ഹലോ മൈ ഡിയർ സി എം എ ക്യാറ്റ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എം എ ക്യാറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2-ൻ്റെ സൂപ്പർ 100 ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. നിങ്ങൾക്കറിയാം സി എം എ ക്യാറ്റ് എക്സാമിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 1, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2 ഇങ്ങനെ 2 പേപ്പർ നമുക്ക് പഠിക്കാനുണ്ട്. സി എം എ ക്യാറ്റ് എക്സാം അടുത്തെത്തിക്കഴിഞ്ഞു. ഇതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 1-ൻ്റെ ക്യൂപി ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2-ൻ്റെ ഡിസ്കഷനാണ്. മൈസെൽഫ് വെങ്കടേഷ്, ഫാക്കൽറ്റി ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2, ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2-ൽ നമുക്ക് ടോട്ടൽ 5 ചാപ്റ്ററോളം പഠിക്കാനുണ്ട്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ പേറോൾ അക്കൗണ്ടിങ്, സെക്കൻഡ് സ്റ്റോർ, സെയിൽസ്, അസറ്റ് അക്കൗണ്ടിങ്, പിന്നെ സ്പെഷ്യൽ ട്രാൻസാക്ഷൻ. ഇതിൽ ഫസ്റ്റ് 4 ചാപ്റ്റർ, ഈ 4 ചാപ്റ്ററിൽ നിന്ന് ഇപ്പോൾ ചോദിച്ച ട്രെൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അറൗണ്ട് 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഈ 4 ചാപ്റ്ററിൽ നിന്ന് വരും. നമുക്കറിയാം ടോട്ടൽ FA2 50 മാർക്കാണ്. അതിൽ ഫസ്റ്റ് 4 ചാപ്റ്ററിൽ നിന്ന് ഒരു 40 മാർക്കിനാണ് ഇപ്പോൾ ചോദിച്ചു വരുന്നത്. ഇപ്പം ലാസ്റ്റ് ചാപ്റ്ററായ സ്പെഷ്യൽ ട്രാൻസാക്ഷൻ, ഇതിൽ ഒരു 4 ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. ഇതൊരു 10 മാർക്ക്. ചിലപ്പോൾ ട്രെൻഡ് മാറി ഇവിടെ ഒരു 35, ഇവിടെ ഒരു 15 ആകാം. അപ്പോൾ ഫസ്റ്റ് 4 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഓക്കെ, ഈ പേറോൾ, സ്റ്റോർ, സെയിൽ, അസറ്റ്, ഈ 4 ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഒരു തിയറി ചാപ്റ്റേഴ്സാണ്. സാധാരണഗതിയിൽ എല്ലാവർക്കും FA1 FA2 കുറച്ച് ടഫ് എന്നാണ് പറയണത്. അങ്ങനെയൊന്നുമില്ല. FA2 വളരെ സിമ്പിൾ പേപ്പർ തന്നെയാണ്. FA1 അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഏരിയാസ് പഠിക്കാൻ കുറച്ച് തിയറി ഏരിയാസാണ്. പക്ഷെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഫുള്ളായിട്ട് വായിച്ച് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ FA2 കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, FA2 കുറച്ചുകൂടി ഒരു ക്ലിയർ ആവും. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴും ആ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിലാണ്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, എങ്ങനെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയായിരിക്കും പോണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് FA2-ൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു ഓർഡറിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പേറോള്, സ്റ്റോറ്, സെയിൽ, അസറ്റ്, ഈ ഒരു ഓർഡറിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. ഇതിൽ പേറോൾ അക്കൗണ്ടിങ്, ഇതിൽ എന്തൊക്കെ കോൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, നമുക്ക് നോക്കാം. അങ്ങനെ ഓരോ ചാപ്റ്ററും. അതിൽ ഫസ്റ്റ് പേറോൾ അക്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലാക്കുക. പേറോൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് നമ്മൾ എന്ത് കൊടുക്കും, സാലറി കൊടുക്കും, അലവൻസ് കൊടുക്കും, അങ്ങനെ പിന്നെ കുറേ ഡിഡക്ഷൻസ് ഉണ്ടായി, PF, ESA, അങ്ങനെ കുറേ ഡിഡക്ഷൻസ് ഉണ്ടായി. ഇതെല്ലാം നമ്മൾ അക്കൗണ്ടിങ്ങിന് പറഞ്ഞ പേരാണ് പേറോൾ അക്കൗണ്ടിങ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the bonus is an ex gratia payment made voluntarily without any obligation. In India, bonus is governed by the പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട്. നമുക്കറിയാം ഒരു എംപ്ലോയിക്ക് നമുക്ക് ബോണസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇവിടെ അതൊന്നും ചോദിച്ചിട്ടില്ല. എന്താ പറഞ്ഞേക്കുന്നത്, പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് ഗവൺ ചെയ്ത വർഷമാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതിപ്പം ഇതെങ്ങനെ കണ്ടുപിടിക്കും, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടോ, ഇത് എവിടെയാണ് കിടക്കുന്നത് നമുക്കറിയില്ല. നമുക്കുണ്ട്, ഇത് സ്റ്റഡി മെറ്റീരിയൽ തന്നെ ക്ലിയർ ആയിട്ട് ഉണ്ട്. ഫസ്റ്റ് കണ്ടോ, അക്കൗണ്ടിങ് ഫോർ ബോണസ് ആൻഡ് ഗ്രാറ്റുവിറ്റി അതിൽ പറഞ്ഞിട്ടുണ്ട്. പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട്, പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് ഗവേൺ ചെയ്ത വർഷം വെച്ചിട്ടുള്ളൂ എന്നാണ് 1965. അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് ഗവേൺ ചെയ്ത വർഷം 1965 ആണ്. അപ്പോൾ ഇവിടെ ഇതിൽ ആൻസറിൽ എന്താ പറയുക, 1965 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2, ഇൻ ഇന്ത്യ മെയിൻ്റനൻസ് ഓഫ് പേറോൾ രജിസ്റ്റേഴ്സ് ആൻഡ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ആർ മാൻഡേറ്റഡ് ബൈ. ഇൻ ഇന്ത്യയിൽ പേറോൾ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം ആൻഡ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത് ഏത് ആക്ടിലാണെന്ന്. ഓക്കെ, ഇവിടെ കുറേ ആക്ടിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട്, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, ഫാക്ടറീസ് ആക്ട്, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട്. ഇതിൽ ഏത് ആക്റ്റാണ് പറയുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഇന്ന ആക്റ്റാണ് പറഞ്ഞത് നമുക്ക് മനസ്സിലാവില്ല. ഇത് സ്റ്റഡി മെറ്റീരിയൽ എവിടെയാണ് നമുക്ക് ഇരിക്കുന്നത് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. നോക്കിയോ, കണ്ടോ, പേറോൾ രജിസ്റ്റർ, പേറോൾ രജിസ്റ്ററിൽ പറയുന്നുണ്ട് പേറോൾ അക്കൗണ്ടിങ് റിക്വയർ മെയിൻ്റനൻസ് ഓഫ് പേറോൾ രജിസ്റ്റർ ആൻഡ് ഡോക്യുമെൻറ്റ്സ്. ഇറ്റ് ഈസ് മാൻഡേറ്റഡ് ബൈ ഇൻ ഇന്ത്യ. ഇതിലാണ്, ഏത് ആക്ടിലാണ്, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ടിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടതാണ്, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട്. കണ്ടോ. ഓക്കെ, ഇങ്ങനെ സ്റ്റഡി മെറ്റീരിയൽ ക്ലിയർ ആയിട്ട് വായിച്ചാൽ നമുക്കൊരു ആൻസറിലൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്റ്റാണ് പറയണത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3, പേറോൾ റെക്കോർഡ്സ് ഇൻക്ലൂഡ്. പേറോൾ റെക്കോർഡ്സിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ട്, പേറോൾ രജിസ്റ്റർ, ESA ചെല്ലൻ ആൻഡ് റിട്ടേൺ, ഇൻഷുറൻസ് പേയ്മെൻറ്റ് റിസിപ്റ്റ്, ഓൾ ഓഫ് ദ എബോവ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ മിക്കവരും ചൂസ് ചെയ്യുന്നത് എന്താണ്, ഓൾ ഓഫ് ദ എബോവ് ആണ്. അങ്ങനെ ചൂസ് ചെയ്യരുത്. ആൻസർ ഈ പേറോൾ റെക്കോർഡ്സിനകത്ത് ഈ 3 ഐറ്റംസ് ഉണ്ടോ നമുക്ക് നോക്കാം. ഇതാണ്ട് പേറോൾ റെക്കോർഡ്സിനകത്ത് എന്തൊക്കെ പറഞ്ഞു, പേറോൾ രജിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, PF റിട്ടേൺ, PF ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഷുറൻസ് പേയ്മെൻറ്റ് റിസിപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ESA ആൻഡ് ചെല്ലാൻ റിട്ടേൺസ് ഉണ്ട്. അപ്പോൾ ഈ 4 ഐറ്റംസും, ഈ 3 ഇത്രയും ഐറ്റംസ് അതിലുണ്ടോ നമുക്ക് നോക്കാം. കണ്ടോ,
പേറോൾ രജിസ്റ്റേഴ്സ് ഉണ്ട്, ESH എല്ലാം ഉണ്ട്, ഇൻഷുറൻസ് പേയ്മെൻറ്റ്. അപ്പം ഇവിടെ ആൻസർ ഓൾ ഓഫ് ദ എബോവ്. എപ്പോഴും ഇത് ചൂസ് ചെയ്യരുത്, ചിലപ്പോൾ ഇത് മാത്രം വരില്ല, ഏതിൽ ഒരെണ്ണം മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ചില കേസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദ എബോവ് തന്നെയാണ്, പേറോൾ റെക്കോർഡ്സ്. ഓക്കെ, അടുത്തത് ഡാഷ് റെഫേഴ്സ് ടു എക്സ്ഗ്രേഷ്യ പേയ്മെൻറ്റ് മെയ്ഡ് ടു ആൻ എംപ്ലോയി ഫോർ റെൻഡറിങ് സർവീസ് ടു ആൻ ഓർഗനൈസേഷൻ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ഒരു എംപ്ലോയിക്ക് എന്തൊക്കെ കൊടുക്കാം? ബോണസ് കൊടുക്കാം, ഇൻസെൻറ്റീവ് കൊടുക്കാം, ഗ്രാറ്റുവിറ്റി കൊടുക്കാം, അലവൻസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞത് എക്സ്ഗ്രേഷ്യ പേയ്മെൻറ്റ് ലോങ് പീരീഡ് ഓഫ് ടൈം, ഒരുപാട് നാൾ വർക്ക് ചെയ്യുന്നതിന് എംപ്ലോയിക്ക് ഒരു എമൗണ്ട് കൊടുക്കും. അത് എക്സ്ഗ്രേഷ്യയാണ്, അത് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം, ഒരു എമൗണ്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ കൊടുക്കണമെങ്കിൽ എംപ്ലോയറിന് അണ്ടറിൽ ഒരു 5 വർഷമെങ്കിലും വർക്ക് ചെയ്യണം. ആ പറയുന്ന പേയ്മെൻറ്റ്, ആ കൊടുക്കുന്ന എമൗണ്ട് പറയുന്ന പേരെന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? നമുക്ക് നോക്കാം. നോക്കോളൂ, നോക്ക്, ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എക്സ്ഗ്രേഷ്യ പേയ്മെൻറ്റ് മെയ്ഡ് ടു ആൻ എംപ്ലോയി റെൻഡറിങ് സർവീസ് ടു ആൻ ഓർഗനൈസേഷൻ ഫോർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. ഒരുപാട് നാൾ വർക്ക് ചെയ്യാൻ എംപ്ലോയിക്ക് ഒരു എമൗണ്ട് കൊടുക്കും. എന്താണ് ആ പേയ്മെൻറ്റ് പറഞ്ഞ പേരെന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ എന്താണ്? ഗ്രാറ്റുവിറ്റി ആണ്. ഗ്രാറ്റുവിറ്റി. ഇപ്പം തന്നെ ഒരു കാര്യം പഠിക്കുക, ഗ്രാറ്റുവിറ്റി അങ്ങനെ കൊടുക്കണമെങ്കിൽ മിനിമം ആ എംപ്ലോയറിൻ്റെ അണ്ടറിൽ ഒരു 5 വർഷമെങ്കിലും വർക്ക് ചെയ്യണം. ഇത് വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗ്രാറ്റുവിറ്റി ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയറിൻ്റെ അണ്ടറിൽ ഒരു 5 വർഷമെങ്കിലും വർക്ക് ചെയ്യണം. ഓക്കെ, എത്ര വർഷം വർക്ക് ചെയ്യണമെന്ന് ചോദിക്കും. ഒരു 5 വർഷമെങ്കിലും വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് എന്താണ്, ഏത് പേയ്മെൻറ്റാണ് കൊടുക്കുന്നത്? ഏതാണ്? ഗ്രാറ്റുവിറ്റിയാണ്. ഗ്രാറ്റുവിറ്റി. ഡാഷ് റെഫേഴ്സ് ടു എക്സ്ഗ്രേഷ്യ പേയ്മെൻറ്റ് മെയ്ഡ് ടു ആൻ എംപ്ലോയി ഫോർ റെൻഡറിങ് സർവീസ് ടു ആൻ ഓർഗനൈസേഷൻ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. കണ്ടോ, സെയിം സെൻറ്റൻസ് തന്നെയാണ് ഇതിൽ കിടക്കുന്നത്, മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, പക്ഷെ നമുക്കൊരു ക്ലിയർ ഐഡിയ നമുക്ക് വേണം. ഇപ്പോൾ ഇവിടെ എന്താണ്? ഗ്രാറ്റുവിറ്റി ആണ്. ഗ്രാറ്റുവിറ്റി. അടുത്തത് അവിടെ ഡാഷ് ഇസ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കേഴ്സ് ഫോർ ടൈം സ്പെൻഡ് ഡയറക്റ്റ്ലി ഓൺ പ്രൊഡക്ഷൻ യൂണിറ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് എംപ്ലോയീസിന് കൊടുക്കുന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സാലറി ആണോ, അലവൻസ് ആണോ, ഡയറക്റ്റ് വേജസ് ആണോ, ഇൻഡയറക്റ്റ് വേജസ് ആണോ? നമുക്ക് നോക്കാം. ഓക്കെ, നോക്കുക. റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കേഴ്സ് ഫോർ ടൈം സ്പെൻഡ് ഡയറക്റ്റ്ലി ഓൺ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ പറഞ്ഞ പേരെന്താണ്? ഡയറക്റ്റ് വേജസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസറിൽ ഏതാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്? ഡയറക്റ്റ് വേജസ് ആണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് വിച്ച് ടൈപ്പ് ഓഫ് കൺട്രോൾ ഓഫ് പേറോൾ പ്രോസസ് ഹെൽപ്പ് ടു ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പേറോൾ ചെയ്യുന്ന ടൈമിൽ കുറേ എറേഴ്സ് വരാം അല്ലേ? ഇപ്പോൾ എംപ്ലോയീസിൻ്റെ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, എത്ര അവേഴ്സ് വർക്ക് ചെയ്തു, അതിനകത്ത് എപ്പോഴൊക്കെ ലീവ് എടുത്തു, ഇതൊക്കെ നമ്മൾ നോക്കുന്ന ടൈമിൽ കുറേ എറേഴ്സ് വരാൻ വളരെ ചാൻസ് കൂടുതൽ. അത് നമ്മൾ പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്. ആ എറർ നമ്മൾ കണ്ടുപിടിക്കുക, അത് റെക്ടിഫൈ ചെയ്യുന്നത് ഏത് നമുക്ക് 2 കൺട്രോൾ ഉണ്ട്. ഡിറ്റക്റ്റീവ് കൺട്രോൾ ഉണ്ട്, പ്രിവെൻറ്റീവ് കൺട്രോൾ ഉണ്ട്. അപ്പോൾ ഈ എറേഴ്സ് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്തത് ഡിറ്റക്റ്റീവ് ആണോ പ്രിവെൻറ്റീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 2 കൺട്രോൾസ് ഉണ്ട് ഈ പേറോൾ റെക്കോർഡ് ചെയ്യാൻ നേരത്ത്. ഡിറ്റക്റ്റീവും ഉണ്ട്, പ്രിവെൻറ്റീവും ഉണ്ട്. ഇതിനകത്ത് എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യുക, അതിനെ റെക്ടിഫൈ ചെയ്യുന്നത് ഡിറ്റക്റ്റീവ് ആണോ പ്രിവെൻറ്റീവ് ആണോ എന്ന് ചോദിച്ചേക്ക്. നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയോ, കണ്ടോ, നമുക്ക് 2 കൺട്രോൾ ഉണ്ട്, പ്രിവെൻറ്റീവും ഉണ്ട്, ഡിറ്റക്റ്റീവും ഉണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കുക, ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സും എന്താണ് റെക്ടിഫിക്കേഷൻ ഓഫ് ദോസ് എറേഴ്സ് ഏതാണ്? ഡിറ്റക്റ്റീവ് കൺട്രോൾ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്? ഏതാണ്? ഡിറ്റക്റ്റീവ് കൺട്രോൾ. ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്തത് 7th ക്വസ്റ്റ്യൻ. ഈ 7th 8th ക്വസ്റ്റ്യൻ ഏറെക്കുറെ സിമിലർ അല്ല, മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. ദ ഡ്യൂ ഡേറ്റ് ഫോർ റെമിറ്റൻസ് ഫോർ പ്രൊവിഡൻറ്റ് ഫണ്ട്. നമുക്കറിയാം, എംപ്ലോയീസിന് നമ്മൾ സാലറി കൊടുക്കുന്ന ടൈമിൽ കുറേ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യും. ആ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഗവൺമെൻറ്റിന് അടയ്ക്കണം. അത് എപ്പോഴാണെന്ന് ചോദിച്ചേക്കുന്നത്? ശ്രദ്ധിക്കുക, ഇവിടെ റെമിറ്റൻസ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് അടയ്ക്കുന്ന ടൈം എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ദ ഡ്യൂ ഡേറ്റ് ഫോർ റെമിറ്റൻസ് ഓഫ് ഇൻകം ടാക്സ് TDS അടയ്ക്കുന്ന ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 2 നോക്കാം. ഫസ്റ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് എപ്പോഴാണ്, TDS എപ്പോഴാണെന്ന്.
നോക്കുക. കണ്ടോ, എപ്പോഴാണ് 15th ഓഫ് സബ്സിക്വൻറ്റ് മന്ത്. ഈ മാസം പിടിക്കുന്ന അടുത്ത മാസം 15-ാം തീയതിക്ക് മുമ്പ് നമ്മൾ അടയ്ക്കണം. PF പ്രൊവിഡൻറ്റ് ഫണ്ട് ആണെങ്കിൽ 15th ഓഫ് സബ്സിക്വൻറ്റ് മന്ത് ആണ്. TDS ആണെങ്കിൽ 7th ഓഫ് സബ്സിക്വൻറ്റ് മന്ത് ആണ്. അപ്പോൾ ഇവിടെ ആൻസറിനകത്തുണ്ടോ നമുക്ക് നോക്കാം. എന്താണ്, TDS ആണെങ്കിൽ 7th ഓഫ് സബ്സിക്വൻറ്റ് മന്തും PF ആണെങ്കിൽ 15th ആണ്. ഓക്കെ, ഇവിടെ തന്നെ പഠിച്ചോണം. PF-ഉം ESI-യും ഒരേ ഡേറ്റ് ആണ്, 15th ആണ്. PF-ഉം ESI-യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്, TDS ആണെങ്കിൽ എന്ത്, PF ആണെങ്കിൽ എന്ത്, 15th ഓഫ് സബ്സിക്വൻറ്റ് മന്ത് ആണ്. TDS ആണെങ്കിൽ എന്ത്, 7th ഓഫ് സബ്സിക്വൻറ്റ് മന്ത് ആണ്. ഓക്കെ, ആൻസർ ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9. വൺസ് ദ പേറോൾ പ്രോസസ് കംപ്ലീറ്റഡ്. പേറോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി, നമ്മൾ എത്ര അവേഴ്സ് വർക്ക് ചെയ്തു, എത്ര നാൾ ലീവ് എടുത്തു, ഇതൊക്കെ നമ്മൾ നോക്കി. അപ്രൂവ്ഡ് ബൈ ദ ഡാഷ്. സാലറി ക്യാൻ ബി പെയ്ഡ് ഔട്ട് ടു ദ എംപ്ലോയീസ് ബൈ വേ ഓഫ് ക്രോസ്ഡ് അക്കൗണ്ട് പേ ചെക്ക് ഓർ ബാങ്ക് ട്രാൻസ്ഫർ. നമ്മൾ ഈ പേറോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണ് ഇത് അപ്രൂവ് ചെയ്യേണ്ട, ആരാണ്, ഏത് മാനേജറാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണോ, HR ആണോ, ജനറൽ മാനേജറാണോ, ഫിനാൻസ് മാനേജറാണോ, നമുക്കറിയില്ല. നമുക്ക് നോക്കാം എന്താണ് റൂളിൽ പറഞ്ഞേക്കുന്നത്, നമുക്ക് നോക്കാം. നോക്കിക്കോ, ശ്രദ്ധിക്കുക. വൺസ് പേറോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്യേണ്ട ആരാണ്, ഫിനാൻസ് മാനേജറാണ്. അത് ഫിനാൻസ് മാനേജറാണ് അപ്രൂവ് ചെയ്യണത്. അപ്രൂവ് ചെയ്തിട്ട് സാലറി എംപ്ലോയീസിന് അക്കൗണ്ട് പേ ചെക്കായിട്ടോ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടോ ചെയ്യണത് ആരാ, ഫിനാൻസ് മാനേജറാണ്. ഓക്കെ, അപ്പോൾ പേറോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിക്കുന്നത് അപ്രൂവ് ചെയ്യേണ്ട ആരാണ്, ഫിനാൻസ് മാനേജറാണ്. അപ്പോൾ ഇവിടെ ആൻസറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഫിനാൻസ് ഓപ്ഷൻ D ആണ്. ഓക്കെ, അടുത്ത ഡാഷ് ഇസ് ഗീവൻ ബൈ എംപ്ലോയർ ടു എംപ്ലോയി. എംപ്ലോയർ എംപ്ലോയിക്ക് ഒരു എമൗണ്ട് കൊടുക്കും. ടു എന്തിനു വേണ്ടി, ടു കോമ്പൻസേറ്റ് ഹൈ കോസ്റ്റ് അസോസിയേറ്റ് വിത്ത് ലിവിങ് ഇൻ മെട്രോ സിറ്റി. നമുക്കറിയാം മെട്രോ സിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല കോസ്റ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടി അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, ആ ഹൈ കോസ്റ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർ എംപ്ലോയിക്ക് ഒരു എമൗണ്ട് കൊടുക്കും. അതിന് വിളിക്കുന്ന പേരെന്താ, ബേസിക് പേ ആണോ, ഡിയർനെസ് അലവൻസ് ആണോ, സ്പെഷ്യൽ അലവൻസ് ആണോ, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആണോ. നമുക്കറിയാം സിറ്റി വർക്ക് ചെയ്യുന്നവർക്ക് എന്ത് കൊടുക്കുന്നത്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇതാണ്ട് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആണ്. എന്ത്, അലവൻസ് ഗീവൻ ടു എംപ്ലോയീസിന് വേണ്ടി. എന്തിന്, കോമ്പൻസേറ്റ് എവിടെ, മെട്രോ സിറ്റി വർക്ക് ചെയ്യുന്നവർ അവരുടെ ലീവിങ് കോസ്റ്റ് ഹൈ കോസ്റ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു അലവൻസ് ആണെന്ത്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, D ആണ്. ഓക്കെ, അടുത്ത ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് ഈസ് കാൽക്കുലേറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വേസിൻ്റെ ആണോ, ഗ്രോസ് സാലറി ആണോ, ബേസിക് ആണോ, പെർക്വിസിറ്റിൻ്റെ ആണോ, എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഡിയർനെസ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. കണ്ടോ, ഡിയർനെസ് അലവൻസ് പറയുമ്പോൾ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ്. കോമ്പൻസേറ്റ് എന്ത് കോമ്പൻസേറ്റ്, റൈസ് ഇൻ പ്രൈസ്, വർദ്ധിച്ചു വരുന്ന പ്രൈസിനെ എന്താണ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ് ഡിയർനെസ് അലവൻസ്. അത് നമുക്ക് നോക്കാം. അത് ചിലപ്പോൾ ചോദിക്കും. റൈസ് ഇൻ പ്രൈസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന അലവൻസ് ആണ് ഡിയർനെസ് അലവൻസ്. അത് കാൽക്കുലേറ്റഡ്, ഇവിടെ ചോദിച്ചേക്കുന്നത് അത് എന്തിൻ്റെ ബേസിക് കാൽക്കുലേറ്റ്, എന്തിൻ്റെ ബേസിലാണ്, പെർസെൻറ്റേജ് ഓഫ് ബേസിക് പേയുടെ ബേസിലാണ്. ബേസിക് പേയുടെ ബേസ് ഇവിടെ അതാണ് ചോദിച്ചേക്കുന്നത്. ചിലപ്പോൾ ചോദിക്കാം, റൈസ് ഇൻ പ്രൈസിൻ്റെ ബേസിൽ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു അലവൻസ് എന്താണ്, ഡിയർനെസ് അലവൻസ് ആണ്. ഡിയർനെസ് അലവൻസ് ചിലപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ബേസിക് പേ ആണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തിൻ്റെ ബേസിക് കാൽക്കുലേറ്റ് വെച്ചാൽ ബേസിക് പേ. ഓപ്ഷൻ C ആണ് ആൻസർ. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, നോർമലി ഗ്രാറ്റുവിറ്റി ഷാൽ ബി പെയ്ഡ് ടു ആൻ എംപ്ലോയി ഹു വാസ് സെർവ്ഡ് മിനിമം പീരീഡ് ഓഫ് ഡാഷ് ഇയേഴ്സ് അണ്ടർ ദ എംപ്ലോയർ. ഗ്രാറ്റുവിറ്റി എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കണമെങ്കിൽ ആ എംപ്ലോയറിന് അണ്ടറിൽ മിനിമം എത്ര വർഷമെങ്കിലും വർക്ക് ചെയ്യണം. എത്ര വർഷമാണ്, 5 years എങ്കിലും വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് നോക്കാം. ആൻസർ അതാ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ജസ്റ്റ് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യനും പറഞ്ഞിട്ട് ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അത് സ്റ്റഡി മെറ്റീരിയൽ എവിടെ കിടക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നത്. നോക്കാം. അതെ, ഗ്രാറ്റുവിറ്റി ഷാൽ ബി പെയ്ഡ് ടു ആൻ എംപ്ലോയി who was served minimum 5 years under an employer.
എംപ്ലോയറിന് അണ്ടർ മിനിമം ഒരു 5 വർഷമെങ്കിലും വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്തത് ദ ഡാഷ് ഓഫ് എംപ്ലോയീസ് ഈസ് ഓൾസോ ടേംഡ് ആസ് ടേക്ക് ഹോം പേ. അതായത് ടേക്ക് ഹോം പേ എന്ന് പറയുമ്പം എംപ്ലോയർക്ക് കൊടുക്കുന്ന ഏത് പേയിലാണ് ടേക്ക് ഹോം പേ എന്ന പേരിൽ അറിയപ്പെടുന്നത്? നെറ്റ് പേ ആണോ, ഗ്രോസ് ആണോ, ഡിഡക്ഷൻ ആണോ, ഗ്രോസ് ഏണിങ്സ് ആണോ? നമുക്കറിയാം ടോട്ടൽ ഏണിങ്സിൽ നിന്ന് ഡിഡക്ഷൻസ് കുറച്ചിട്ടുള്ള എമൗണ്ട് വിളിക്കുന്ന പേര് നെറ്റ് പേ. ആ നെറ്റ് പേക്ക് പറയുന്ന പേരാണ് ടേക്ക് ഹോം പേ. ഓക്കെ, നമുക്ക് ഗ്രോസ് ഏണിങ്സ് കിട്ടും, ടോട്ടൽ കിട്ടും, അതിൽ ഡിഡക്ഷൻസ് നമുക്ക് പിടിക്കാനുള്ള ഡിഡക്ഷൻസ് ഡിഡക്റ്റ് ചെയ്യും, എന്നിട്ട് കിട്ടുന്ന പേരാണ് നെറ്റ് പേ. ആ നെറ്റ് പേക്ക് പറഞ്ഞ പേരാണെന്ത്? ടേക്ക് ഹോം പേ. നമുക്ക് നോക്കാം. അപ്പോൾ ടേക്ക് ഹോം പേ എന്നറിയപ്പെടുന്നത് നെറ്റ് പേ തന്നെയാണ്. എങ്കിലും നമുക്ക് ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടോ, നെറ്റ് പേ. ഈ നെറ്റ് പേ പറയുന്ന പേരാണെന്ത്? ടേക്ക് ഹോം പേ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഈ നെറ്റ് പേ എന്ന് പറയുമ്പം ഗ്രോസ് ഏണിങ്സിൽ നിന്ന് ഡിഡക്ഷൻസ് കുറച്ചുള്ള എമൗണ്ട് ആണ് നെറ്റ് പേ. ആ നെറ്റ് പേ തന്നെയാണ് നമുക്ക് എന്തും അറിയപ്പെടുന്നത്? ടേക്ക് ഹോം പേ. ഒരു എംപ്ലോയിക്ക് ബേസിക്, ഡിയർനെസ് അലവൻസ് എല്ലാം കൂടി കൂട്ടും, അതാണ് ഗ്രോസ് ഏണിങ്സ്. അതിൽ ഡിഡക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും? ഡിഡക്റ്റ് ചെയ്യും, എന്ന് കിട്ടുന്ന എമൗണ്ട് നെറ്റ് പേ. ആ നെറ്റ് പേ പറയുന്ന പേരാണ് എന്ത്? ടേക്ക് ഹോം പേ. അപ്പോൾ ആൻസർ നെറ്റ് പേ തന്നെയാണ്. ഓക്കെ, നെറ്റ് പേ. അടുത്തത്, ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഓഫ് എംപ്ലോയീസ് ഈസ് കാൽക്കുലേറ്റ് ഫോർ ദ പീരീഡ്. എപ്പോഴാണ് ഇന്ത്യയിൽ ഒരു എംപ്ലോയീസിൻ്റെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പീരീഡ് എപ്പോഴാണ്? നമുക്കറിയാം ഏപ്രിൽ ടു മാർച്ച് ആണ്. ഓക്കെ, ജാനുവരി, ഡിസംബറോ, മാർച്ച്, ഫെബ്രുവരി ഒന്നുമല്ല, ഈ ഒരു ഏപ്രിൽ ടു മാർച്ചാണ്, ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണത്. ഇതും സ്റ്റഡി മെറ്റീരിയലുണ്ടോ? ഉണ്ട്, നമുക്ക് നോക്കാം, കാണിച്ചു തരാം. കണ്ടോ, ഇൻ ഇന്ത്യ ദ ഇൻകം ടാക്സ് ഓഫ് ദ എംപ്ലോയീസ് ടു ബി കാൽക്കുലേറ്റഡ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? ഏപ്രിൽ ടു മാർച്ച് ആണ്. ഓക്കെ, ഇത് ഇങ്ങനെ കാണിച്ചേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഏപ്രിൽ ടു മാർച്ച് ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, അടുത്ത ലാസ്റ്റ് പേറോൾ അക്കൗണ്ടിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എവരി മന്ത് ദ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ് വുഡ് റിക്വയർ ദ ഡാഷ് ഇൻഫർമേഷൻ. ഏതോ ഒരു ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? ഓഫ് ദ എംപ്ലോയീസ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ദെയർ സാലറി ഡ്യൂ. അവർക്ക് എംപ്ലോയിക്ക് എത്ര സാലറി കൊടുക്കാനുണ്ടെന്ന് അറിയണം. അതിനു വേണ്ടി ഒരു ഇൻഫർമേഷൻ അവർക്ക് വേണം. അത് എന്തിൻ്റെ ബേസിലായിരിക്കും എടുക്കുന്നത്? പ്രൊഡക്റ്റ് കാർഡിൻ്റെ ആണോ, ടൈം കാർഡിൻ്റെ ആണോ, ജോബ് കാർഡിൻ്റെ ആണോ, ആബ്സെൻസ് കാർഡാണോ? ഏത് ബേസിലാണ് അവർക്ക് ഇൻഫർമേഷൻ സാലറി ഡ്യൂ എത്ര കൊടുക്കാണെന്ന് അറിയുന്ന ഏത് ഇൻഫർമേഷൻ ബേസിലാണ്? നമുക്ക് നോക്കാം. നോക്കിക്കോണം. എവരി മന്ത് പേറോൾ ഡിപ്പാർട്ട്മെന്റ് വുഡ് റിക്വയർ എന്ത്? ടൈം കാർഡ്. ടൈം കാർഡ് വെച്ചാൽ എന്താണ്? അറ്റൻഡൻസ് ആണ്. അവർക്ക് അറ്റൻഡൻസ് വേണം. എത്ര സാലറി കൊടുക്കാനുണ്ട്? ഇപ്പോൾ ഒരു എംപ്ലോയി 26 ദിവസം വർക്ക് ചെയ്തിട്ടുള്ള 26 ദിവസം സാലറി കൊടുത്താൽ പോരെ? അവർലി നോക്കുവാണെങ്കിൽ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര മണിക്കൂർ സാലറി കൊടുത്താൽ പോരെ? അപ്പോൾ അവിടെ എന്താ വേണ്ടത്? എവരി മന്ത് പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് വേണം? ടൈം കാർഡ് വേണം. എന്നുവെച്ചാൽ എന്ത്? അറ്റൻഡൻസ് വേണം. എന്നാലേ എന്തറിയത്തുള്ളൂ? എത്ര സാലറി കൊടുക്കാനുണ്ട്, ഡ്യൂ എത്ര കൊടുക്കാനുണ്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടൈം കാർഡാണ് ആൻസർ. ടൈം കാർഡ് വെച്ചാൽ എന്താണ്? അറ്റൻഡൻസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ടൈം കാർഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം എന്താണ്? പേറോൾ അക്കൗണ്ടിങ് എന്താണ്, അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും എന്താണ് തിയറി എവിടെ ഉണ്ട്? സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഉണ്ട്. അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ എമൗണ്ട് ജസ്റ്റ് ആ ഒരു എന്താ പറയുക വേർഡ്സ് പോലും മാറ്റാതെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സ്റ്റഡി മെറ്റീരിയൽ നല്ല തന്നെ റീഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16 സ്റ്റോർ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഡാഷ് ഇസ് എ ഡോക്യുമെൻറ്റ് പ്രിപ്പയർഡ് ബൈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഡോക്യുമെൻ്റാണ് പ്രിപ്പയർ ചെയ്തത്? മെറ്റീരിയലിന് വേണ്ടി ഏത് ഡോക്യുമെൻ്റ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഡോക്യുമെൻ്റാണ് പ്രിപ്പയർ? നമുക്ക് നോക്കാം. നോക്കിയോ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ഓർ മെറ്റീരിയൽ റിക്വസിഷൻ ഇസ് ഓൾസോ നോൺ ആസ് ഇൻറ്റൻറ്റ് ഫോർ മെറ്റീരിയൽ. ഓക്കെ, മെറ്റീരിയൽ റിക്വസിഷൻ അത് ആ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആരായിരിക്കും?
പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും എന്തിനു വേണ്ടി, മെറ്റീരിയലിന് വേണ്ടി, മെറ്റീരിയൽ റിക്യൂസിഷന് വേണ്ടി ആരാ പ്രിപ്പയർ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഈ മെറ്റീരിയൽ റിക്യൂസിഷന് വിളിക്കുന്ന പേരെന്താണ്, ഓൾസോ നോൺ ആസ് ഇൻറ്റൻറ്റ് ഫോർ മെറ്റീരിയൽ. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. മെറ്റീരിയൽ റിക്യൂസിഷൻ ഓൾസോ നോൺ ആസ് ഡാഷ്, എന്ത്, ഇൻറ്റൻറ്റ് ഫോർ മെറ്റീരിയൽ. ഈ ഇൻറ്റൻറ്റ് ഫോർ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. മെറ്റീരിയൽ റിക്യൂസിഷനും പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഏതാണ്, മെറ്റീരിയൽ റിക്യൂസിഷൻ ആണ്. അപ്പോൾ ആൻസർ ഡി ആണ് ആൻസർ. അടുത്ത ഡാഷ് ഷോസ് എ കംപ്ലീറ്റ് ലിസ്റ്റ് ഫോർ ഈച്ച് മെറ്റീരിയൽ ക്വാണ്ടിറ്റി ടു ബി ഇഷ്യൂഡ് എഗെയിൻസ്റ്റ് ഈച്ച് കമ്പോണൻറ്റ് റിക്വയറിംഗ് ദാറ്റ് മെറ്റീരിയൽ ഫോർ പർട്ടിക്കുലർ ജോബ്, ഓർഡർ ഓർ പ്രോസസ്സ്. എത്ര മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത് ആ പർട്ടിക്കുലർ ജോബിന് വേണ്ടി എത്ര മെറ്റീരിയൽ ആവശ്യമുണ്ട്, ബാലൻസ് എത്ര കാണും, ഇതെല്ലാം കാണുന്ന ഏതിനകത്താണെന്ന്. ഏതാണ്, പർച്ചേസ് മെറ്റീരിയൽ ആണോ, ഇൻറ്റൻറ്റ് ഫോർ മെറ്റീരിയൽ ആണോ, ബിൽ ഓഫ് മെറ്റീരിയൽ, നൺ ഓഫ് ദ എബോവ് ആണോ. നമുക്ക് നോക്കാം. ബിൽ ഓഫ് മെറ്റീരിയൽ, ചിലപ്പോൾ സമയങ്ങളിൽ BOM എന്ന് പറയും, BOM, ചിലപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാം. ബിൽ ഓഫ് മെറ്റീരിയൽ ഈസ് എ ഡോക്യുമെൻറ്റ്, ഒരു ഡോക്യുമെൻ്റ് ആണ്. എന്ത്, വിച്ച് ഷോസ്, അതെന്തോ ഷോ ചെയ്യുന്നത്, കംപ്ലീറ്റ് ലിസ്റ്റിംഗ് ഈച്ച് മെറ്റീരിയൽ ക്വാണ്ടിറ്റി ടു ബി ഇഷ്യൂഡ് എഗെയിൻസ്റ്റ് ദ ഈച്ച് കമ്പോണൻറ്റ് റിക്വയറിംഗ് ദാറ്റ് മെറ്റീരിയൽ പർട്ടിക്കുലർ ജോബ്. ആ പർട്ടിക്കുലർ ജോബ് എത്ര മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തു, എത്ര മെറ്റീരിയൽ വേണം, ഇതെല്ലാം കാണും ഇതിനകത്താണ്, ബിൽ ഓഫ് മെറ്റീരിയൽസിനകത്താണ്. ഓക്കെ, ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്, ബിൽ ഓഫ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തതും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടി എത്ര മെറ്റീരിയൽ വേണമെന്നൊക്കെ അറിയുന്ന ആർക്ക് തന്നെയാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ ആയാലും മെറ്റീരിയൽ റിക്വസിഷൻ ആയാലും ഇതെല്ലാം ചെയ്യുന്ന ആര് തന്നെയാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇവിടെ ബിൽ ഓഫ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്ന ആരാന്നല്ല ചോദിച്ചേക്കുന്നത്. ഇവിടെ ആ പർട്ടിക്കുലർ ജോബിന് വേണ്ടി ഇത്ര മെറ്റീരിയൽ ആവശ്യമുണ്ട്, ഇത്ര ഇഷ്യൂ ചെയ്തു, എല്ലാം കാണുന്ന ഏതിനകത്താണ്, ബിൽ ഓഫ് മെറ്റീരിയലിനകത്താണ്. അപ്പോൾ ഇവിടെ ആൻസർ ബിൽ ഓഫ് മെറ്റീരിയൽ ആണ്, ബിൽ ഓഫ് മെറ്റീരിയൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ മാത്തമാറ്റിക്കൽ മോഡ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇതൊക്കെ നമുക്കറിയാം, വിച്ച് ഇസ് ഗീവൺ ഇഒക്യു. ഇക്വേഷൻ എന്താ, 2AO ഡിവൈഡ് ബൈ C അല്ലേ. അതിൽ എ എന്തോന്നാണ് വെച്ചേക്കുന്നത്, എ എന്ന് പറയുമ്പോൾ എന്താണ്, ആനുവൽ കൺസംഷൻ ആണ്. കൺസംഷൻ ഓഫ് റോ മെറ്റീരിയൽ ആണ്. O വെച്ച് എന്താ, ഓർഡറിങ് കോസ്റ്റ് ആണ്. C ക്യാരിങ് കോസ്റ്റ് ആണ്. ഇവിടെ എ ആണ് ചോദിച്ചത്. അപ്പോൾ എ എന്താണ്, എ പറഞ്ഞേക്കുന്ന ക്വസ്റ്റിന് ആവറേജ് മന്ത്ലി കൺസംഷൻ അതല്ല, ആനുവൽ കൺസംഷൻ ഓഫ് റോ മെറ്റീരിയൽ ആണ്. അപ്പോൾ ബി ആണ് ആൻസർ. അതിൻ്റെ ആൻസർ ബി ആണ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെയിൻറ്റെയിൻ എ സർട്ടൻ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ഈസ് ദ അണ്ടർലൈങ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് മെയിൻറ്റെയിൻ മിനിമം ക്വാണ്ടിറ്റി. ഒരു മിനിമം ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത് ഏത് മെത്തേഡിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറേ മെത്തേഡ് പഠിക്കാനുണ്ട്. ബേസ് സ്റ്റോക്ക് മെത്തേഡ് ഉണ്ട്, സിമ്പിൾ ആവറേജ് മെത്തേഡ് ഉണ്ട്, ഹയസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഉണ്ട്, മാർക്കറ്റ് പ്രൈസ്, അങ്ങനെ കുറേ മെത്തേഡ് ഇഷ്യൂ ബന്ധപ്പെട്ട് കുറേ മെത്തേഡ് പഠിക്കാനുണ്ട്. ഏത് മെത്തേഡിലാണ് മിനിമം ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. കണ്ടോ, ബേസ് സ്റ്റോക്ക് മെത്തേഡിലാണ് എന്ത് പറയണത്, അണ്ടർ ദിസ് മെത്തേഡ് പ്രൈസിന് ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് എന്ത്, മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ഇൻ സ്റ്റോക്ക്. മിനിമം ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഇൻ സ്റ്റോക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ ഏത് ഇതിലാണ്, ബേസ് സ്റ്റോക്ക് മെത്തേഡിലാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്, എ ആണ് ആൻസർ, ബേസ് സ്റ്റോക്ക് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. അണ്ടർ ഡാഷ് മെത്തേഡ് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ ഫ്രം ദ സ്റ്റോർ ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് മെറ്റീരിയൽ റിസീവ്ഡ് എയർലിസ്റ്റ് ഇൻ ഇഷ്യൂഡ് ഫസ്റ്റ്. ആദ്യം ഇഷ്യൂ ചെയ്യും. ഓക്കെ, അത് ഏത് മെത്തേഡിലാണ് പറയണത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്, ഫിഫോ ആണ്. ഫിഫോ ലിഫോ എന്നൊക്കെ കുറേ മെത്തേഡ് പഠിക്കാനുണ്ട് നമുക്ക്. അതിൽ ആദ്യം ഇഷ്യൂ ചെയ്യും, അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്, ഇഷ്യൂഡ് അറ്റ് ഫസ്റ്റ്. ഓക്കെ, 21. തിരിച്ച് അണ്ടർ ഡാഷ് മെത്തേഡ് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ ഫ്രം ദ സ്റ്റോർ ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് മെറ്റീരിയൽ റിസീവ്ഡ് മോസ്റ്റ് റീസെൻറ്റ് ഈസ് ഇഷ്യൂഡ് ഫസ്റ്റ്. ഇപ്പം വാങ്ങിച്ചത് ഇപ്പോൾ ഇഷ്യൂ ചെയ്യും, അതേതാണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്, ലിഫോ ആണ്. അപ്പം ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെഷർ ഓഫ് മാക്സിമം ലെവൽ. നമുക്ക് സ്റ്റോറുമായി ബന്ധപ്പെട്ട് കുറേ ലെവൽസ് പഠിക്കാനുണ്ട്. മാക്സിമം ലെവൽ, റീഓർഡർ ലെവൽ, മിനിമം ലെവൽ, ആവറേജ് ലെവൽ, അങ്ങനെ കുറേ ലെവൽസ് ഉണ്ട്. ആ ലെവൽസൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ മാക്സിമം ലെവൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ചിലപ്പോൾ ആ ലെവൽ വെച്ച് ചെറിയൊരു പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് നോക്കാം. ഇവിടെ ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമുക്ക് മാക്സിമം ലെവൽ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. നോക്കിയോ, മാക്സിമം ലെവൽ 2 ഇക്വേഷനാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം ലെവലിന് ഫസ്റ്റ് എന്താണ്? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. അതും മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈക്വൽ ടു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അതായത് ഇ ഒ ക്യു പ്ലസ് മിനിമം സ്റ്റോക്ക് ലെവൽ. ഓക്കെ, നമുക്ക് നോക്കാം ഇതിലേതാ തന്നിരിക്കുന്നത്. ഇ.ഒ.ക്യു പ്ലസ് മിനിമം സ്റ്റോക്ക് ലെവൽ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട് ഇ.ഒ.ക്യു പ്ലസ് മിനിമം സ്റ്റോക്ക് ലെവൽ, ഇ.ഒ.ക്യു പ്ലസ് ആവറേജ് സ്റ്റോക്ക് ലെവൽ. അതൊന്നുമല്ല. അപ്പോൾ ഏതാണ് ആൻസർ? ഏതാണ്? ഇ.ഒ.ക്യു പ്ലസ് മിനിമം സ്റ്റോക്ക് ലെവൽ തന്നെയാണ് ആൻസർ. ജസ്റ്റ് ആ മാക്സിമം ലെവൽ എങ്ങനെ മെഷർ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇത് ചെറിയൊരു പ്രോബ്ലം ചോദിക്കാം, വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 22 ആൻസർ എ ആണ്. അടുത്ത ലെവൽ, ഇൻ ദ കണ്ടക്സ്റ്റ് ഇൻവെൻട്രി കൺട്രോൾ വിച്ച് ദ ഫോളോയിങ് ഈസ് ദ മെഷർ ഓഫ് മിനിമം ലെവൽ. മിനിമം ഒരു സ്റ്റോറിൽ എങ്ങനെ മിനിമം ലെവൽ ലെവൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സ്റ്റോറിൻ്റെ മിനിമം ലെവൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ പറയാം റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ എന്ന് പറയുമ്പോൾ ആവറേജ് കൺസംഷൻ തന്നെയാണ്. നോർമൽ കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. റീഓർഡർ ലെവൽ പ്ലസ് നോർമൽ കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. റീഓർഡർ ലെവൽ പ്ലസ് നോർമൽ കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. റീഓർഡർ ലെവൽ മൈനസ് മാക്സിമം കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ലെവൽസിൻ്റെ ബേസിക് ഇക്വേഷൻസ് പഠിച്ചിരുന്നേ പറ്റൂ. ഇവിടെ വെച്ച് മിനിമം ലെവലിൻ്റെയാണ്. മിനിമം ലെവൽ ഇക്വേഷൻ എന്താണ്? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ. അപ്പോൾ റീഓർഡർ ലെവൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ റീഓർഡർ ലെവൽ മൈനസ്, കണ്ടോ, റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. അപ്പോൾ ഇവിടെ ആൻസർ എ തന്നെയാണ് ആൻസർ. മാക്സിമം അല്ല, നോർമൽ കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ് തന്നെയാണ്. അപ്പോൾ എ തന്നെയാണ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24. ഡാമേജ്ഡ് ഗുഡ്സ് ആർ വാല്യൂഡ് അറ്റ്. ഡാമേജ് ഗുഡ്സ് എപ്പോഴും വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് ഓർ NRV, നെറ്റ് റിലീസബിൾ വാല്യൂ, വിച്ച് എവർ ഇസ് ലോവർ. അങ്ങനെ ആയിരിക്കും ഡാമേജ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? ഇവിടെ ആൻസർ ഏതാണ്? ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV, വിച്ച് എവർ ഇസ് ലോവർ. ഓക്കെ, അപ്പോൾ ഡാമേജ്ഡ് ഗുഡ്സ് വാല്യൂ ഇത് ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV, നെറ്റ് റിലീസബിൾ വാല്യൂ. ഇതിലായിരിക്കും ഡാമേജ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25 മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. ഡാഷ് ആർ ദ സ്റ്റോർസ് വിച്ച് ആർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഓവർ എ പ്രൊലോങ്ഡ് പീരീഡ് ബിഫോർ ബിക്കമിങ് അൺയൂസബിൾ ഓർ ഒബ്സൊലറ്റ് ആൻഡ് ഹാവിങ് സിഗ്നിഫിക്കൻറ്റ് ഡിസ്പോസബിൾ വാല്യൂ. ഏത് സ്റ്റോറാണ് നമുക്ക് നോക്കാം. അതായത് ലോങ് ടൈം ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സൂക്ഷിക്കുന്ന സ്റ്റോറാണ്. ഏതാ നമുക്ക് നോക്കാം. അത് ഇമ്മീഡിയറ്റ്ലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് സൂക്ഷിക്കുന്ന സ്റ്റോഴ്സ് അല്ല. നമുക്ക് നോക്കാം അത് ഏത് സ്റ്റോറാണ് നമുക്ക് നോക്കാം. നോക്കിയോ, മിക്കപ്പോഴും ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കും. NCSൻ്റെ ഫുൾ ഫോം എന്താണ്? നോൺ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ആണ്. നോൺ കൺസ്യൂമബിൾ എന്താണ്? ഇമ്മീഡിയറ്റ്ലി യൂസിന് വേണ്ടി എടുക്കുന്ന പ്രൊഡക്ട്സ് അല്ല അവിടെ സൂക്ഷിക്കുന്നത്. എന്താ സൂക്ഷിക്കുന്നത്? നോൺ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ആർ സ്റ്റോഴ്സ് വിച്ച് ആർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഓർ പ്രൊലോങ്ഡ് പീരീഡ് ബിഫോർ ബിക്കമിങ് അൺയൂസബിൾ ഓർ ഒബ്സൊലറ്റ് ആൻഡ് ദ സ്റ്റോർ ഹാവിങ് എ സിഗ്നിഫിക്കൻറ്റ് ഡിസ്പോസ്ഡ് വാല്യൂ. ഓക്കെ, ലോങ് ടൈം ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സൂക്ഷിക്കുന്ന, ഫോർ എക്സാമ്പിൾ മേശ, കസേര, അങ്ങനത്തെ ഐറ്റംസൊക്കെ ലോങ് ടൈം യൂസിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് എന്ത്? നോൺ കൺസ്യൂമബിൾ സ്റ്റോഴ്സ്. നോൺ കൺസ്യൂമബിൾ സ്റ്റോർ ഒന്നെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം ചോദിക്കും, അല്ലെങ്കിൽ ആ ലോങ് ടൈം ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഏതാണ്? നോൺ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ അതുണ്ടെങ്കിൽ യെസ്, നോൺ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് മിക്കപ്പോഴും ചോദിക്കാറ്. ഒന്നെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം, അല്ലെങ്കിൽ ഇതേ സെയിം സെൻറ്റൻസ് തന്നെ എടുത്തിട്ട് ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 25 ആൻസർ എന്താണ്? ഡി ആണ് ആൻസർ. അടുത്ത, ദ സ്റ്റോർ കീപ്പർ ഷുഡ് സെൻഡ് ദ കോപ്പി ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്. മെറ്റീരിയൽ കിട്ടിയതിൻ്റെ റിസീവ് ചെയ്തതിൻ്റെ കോപ്പി എന്ത് ചെയ്യും? സെൻഡ് ചെയ്യും. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്? എന്തിനു വേണ്ടി? പേയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ആ മെറ്റീരിയൽ കിട്ടിയതിൻ്റെ കോപ്പി നമ്മൾ അയച്ചു കൊടുക്കുക? ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പേയ്മെൻറ്റ് പർപ്പസിന് വയ്ക്കുന്നത്? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും നമ്മൾ മെറ്റീരിയൽ കിട്ടിയതിൻ്റെ കോപ്പി, റിസീവ് ചെയ്തതിൻ്റെ കോപ്പി സെൻഡ് ചെയ്യണത്. അപ്പം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, ക്യാഷ് ഡിപ്പാർട്ട്മെൻറ്റില്ല, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബി ആണ് അതിൻ്റെ ആൻസർ.
ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 27. ഹൗ ആർ ദ മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ ആഫ്റ്റർ ബീങ് ഇഷ്യൂഡ് എയർലിയർ ഫോർ പ്രൊഡക്ഷൻ അക്കൗണ്ടഡ് ഫോർ? നമ്മൾ മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്തു, അത് തിരിച്ചു വന്നാൽ ഏത് കോളത്തെ റെക്കോർഡ് ചെയ്യുന്നത്? നമ്മൾ തിരിച്ച് വരുന്നതെല്ലാം ഇതുപോലത്തെ തന്നെ റെക്കോർഡ് ചെയ്യുന്നത് റെസിപ്റ്റ് കോളത്തിൽ തന്നെ റെക്കോർഡ് ചെയ്യും. ഏത് പ്രൈസിലായിരിക്കും? ഒറിജിനലി ഇഷ്യൂ പ്രൈസ് തന്നെ ആയിരിക്കും റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ എ തന്നെയാണ് ആൻസർ. ഓക്കെ. അതായത് ഒരു ഗുഡ്സ് തിരിച്ച് വരുവാണെങ്കിൽ അത് റെസിപ്റ്റ് കോളത്തിൽ വരും. ഏത് പ്രൈസിലേക്ക് വരുന്നത്? നമ്മൾ എത്ര രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്ത് ആ പ്രൈസ്, അപ്പോൾ ഒറിജിനൽ ഇഷ്യൂ പ്രൈസ് തന്നെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ എ തന്നെയാണ് അതിൻ്റെ ആൻസർ. ഓക്കെ. ബാക്കി മാർക്കറ്റ് പ്രൈസോ ഫ്രഷ് പർച്ചേസ് പ്രൈസോ അതൊന്നുമല്ല. എന്തിനാണ്? തിരിച്ചു വരുവാണെങ്കിൽ അത് റെസിപ്റ്റ് വരുവാണെങ്കിൽ കൂടുമല്ലേ, അപ്പോൾ റെസിപ്റ്റ് തന്നെ റെക്കോർഡ് ചെയ്യും. ഏത് പ്രൈസ്? ഒറിജിനൽ ഇഷ്യൂ പ്രൈസ്. ഓക്കെ. അടുത്ത് മെറ്റീരിയൽ ഇഷ്യൂ പ്രൈസ് അണ്ടർ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ ആ ഇഷ്യൂ പ്രൈസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോക്കാം. ഇതാണ്ട് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ ആ ഇഷ്യൂ പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക്, എത്ര സ്റ്റോക്ക് നമ്മൾ കയ്യിരിക്കുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്, ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ഇൻ സ്റ്റോക്ക്. ഓക്കെ. അപ്പോൾ വാല്യൂ ഓഫ് മെറ്റീരിയൽ സ്റ്റോക്ക് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ഇൻ സ്റ്റോക്ക്. ഓക്കെ. അപ്പോൾ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ഇൻ സ്റ്റോക്ക്. അപ്പോൾ സി ആണ് ആൻസർ. അടുത്ത മറ്റേ ഓപ്ഷനൊക്കെ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ല, ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് അല്ല. ഓക്കെ. അപ്പോൾ എൻ്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ തന്നെ തെറ്റാണ്. ഇതാണ് സി ആണ് ആൻസർ. അടുത്ത in which book the receipt of material record after taking the delivery of such material and post their verification and measurement check. ഇതെല്ലാം ഒരു മെറ്റീരിയൽ കിട്ടുന്നത് അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് ബുക്കിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ഡേ ബുക്കാണോ, ബിൽ ഓഫ് മെറ്റീരിയൽ ആണോ? ബിൽ ഓഫ് മെറ്റീരിയൽ നമുക്കറിയാം. സ്റ്റോഴ്സ് റിസീവ്ഡ് ബുക്കാണോ, റിട്ടേൺ ഇൻവേർഡ് ബുക്കാണോ? നമുക്ക് ഏത് ബുക്കിലായിരിക്കും മെറ്റീരിയൽ വരുന്നതും പോകുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് ബുക്കിലാണ്? സ്റ്റോഴ്സ് റിസീവ്ഡ് ബുക്കിൽ തന്നെ ആയിരിക്കും റെക്കോർഡ് ചെയ്യുക. സ്റ്റോഴ്സ് റിസീവ്ഡ് ബുക്കിൽ തന്നെ ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. അടുത്ത in case of purchase of goods with quotation, quotations are recorded to dash are to be invited from the minimum of dash firms. ഓക്കെ. ഒരു ഫേമിൽ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ മെറ്റീരിയൽസ് വാങ്ങാൻ പോവാണ്, ഒരു മിനിമം എത്ര കൊട്ടേഷൻ വെച്ചിരിക്കണം? നമ്മൾ ശ്രദ്ധിക്കുക, നമുക്കൊരു ആവശ്യത്തിന് നമ്മൾ എപ്പോഴും ഒരാൾ തന്നെ പർച്ചേസ് ചെയ്യില്ല. ഒരു 3 ഓപ്ഷൻ നമ്മൾ വെച്ചിരിക്കും. ഒന്ന് ഏറ്റവും റേറ്റ് എവിടെയാണോ കുറവ് അവിടെ നമ്മൾ വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ കൊട്ടേഷൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു മിനിമം എത്ര കൊട്ടേഷനെങ്കിലും എത്ര സപ്ലയറിനെങ്കിലും വെച്ചിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഒരു ഫേം മിനിമം പർച്ചേസ് ചെയ്യാൻ എത്ര ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പോയിക്കാൻ നമ്മളിപ്പം ഒരിടത്ത് പോകില്ല, ഒരു 2-3 സ്ഥലത്ത് നമുക്ക് നോക്കും. അങ്ങനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിലും നമ്മൾ പർച്ചേസിന് ഓപ്ഷൻ വെക്കുക, സപ്ലയറിൻ്റെ ഓപ്ഷൻ വെക്കുവാണെങ്കിലും എത്ര കൊട്ടേഷൻ മിനിമം ഒരു ഫേം മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കൊട്ടേഷനാണ്? മിനിമം 3 എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഫേം മിനിമം 3 കൊട്ടേഷനെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31 നോക്കിയോ. ഇൻ ദ കണ്ടക്ട് സ്റ്റോർ അക്കൗണ്ടിങ്ങിൽ NCS റെഫേഴ്സ് ടു, നമ്മൾ പറഞ്ഞു NCS എന്താ നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ NCS വെച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? നോൺ കൺസ്യൂമർ സ്റ്റോർസ്, നോൺ കറണ്ട് സ്റ്റോർസ്, ന്യൂ കൺസ്യൂമർ സ്റ്റോർസ്, നോൺ കമ്പയറബിൾ സ്റ്റോർസ്. ഏതാണ്? ഇവിടെ നോൺ കൺസ്യൂമബിൾ സ്റ്റോർസ് ആണ്. ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ സൂക്ഷിച്ച സ്ഥലമാണ് നോൺ കൺസ്യൂമബിൾ സ്റ്റോർസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എ ആണ് ആൻസർ. NCSൻ്റെ ഫുൾ ഫോം ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നെങ്കിൽ NCS എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ NCSൻ്റെ ഫുൾ ഫോം ചോദിക്കും. നോൺ കൺസ്യൂമബിൾ സ്റ്റോർസ്. എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. വിച്ച് മെത്തേഡ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസ് ഈസ് യൂസ്ഡ് ടു കവർ മെറ്റീരിയൽ ലോസസ് ഓൺ ദ അക്കൗണ്ട് ഓഫ് ഒബ്സലൻസ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്സ്പെൻസ്? ഇതൊക്കെ കവർ ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ ഇഷ്യൂ മെത്തേഡിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സ്റ്റോക്ക് ഏത് മെത്തേഡിലാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്സ്പെൻസും മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ലോസൊക്കെ കവർ ചെയ്യുന്ന ഏത് മെത്തേഡിലാണ്? നോക്കിയോ. ഇൻഫ്ലേറ്റഡ് പ്രൈസ് മെത്തേഡിലാണ് മെറ്റീരിയൽ ലോസും ഒബ്സലൻസ് ഹാൻഡ്ലിംഗ് എക്സ്പെൻസ് കവർ ചെയ്ത മെത്തേഡിലാണ് ഇൻഫ്ലേറ്റഡ് പ്രൈസ് മെത്തേഡിലാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ ഡി, ഇൻഫ്ലേറ്റഡ് പ്രൈസ് മെത്തേഡിലാണ്. അടുത്ത പറഞ്ഞു ഇൻറ്റൻറ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് പ്രിപ്പയർഡ് ബൈ. നേരത്തെ പറഞ്ഞു ഇൻറ്റൻറ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ മെറ്റീരിയൽ റെക്യൂസിഷൻ തന്നെയാണ് ഇൻറ്റൻറ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇൻറ്റൻറ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? മെറ്റീരിയൽ റെക്യൂസിഷൻ തന്നെയാണ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആര് തന്നെയാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്.
ഓക്കെ, ബിൽ ഓഫ് മെറ്റീരിയലും പ്രിപ്പയർ ചെയ്യുന്ന ആര് തന്നെയാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു റെസിപ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇൻ ടു വെയർ ഹൗസ്. ഒരു വെയർ ഹൗസിൽ റെസിപ്റ്റ്, ഒരു മെറ്റീരിയലിൻ്റെ റെസിപ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്തൊക്കെയാണ്? മെറ്റീരിയൽ വരുന്നില്ല റെസിപ്റ്റാണ്. അത് എവിടെ നിന്ന് വന്നാലും ശരിയാണ്. ഫസ്റ്റ് നോക്കിയോ, പർച്ചേസ് ഫ്രം സപ്ലർ, സപ്ലറിൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങിച്ചു, അത് റെസിപ്റ്റ് അല്ലേ? ഡൈവേർഷൻ ഫ്രം അതർ സ്റ്റോർ, അതർ സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽസ് വരുന്നു, അതെന്താണ്? അതും റെസിപ്റ്റ് അല്ലേ? അടുത്ത, ഡെവല്യൂഷൻ ഫ്രം വർക്ക്, നമ്മൾ വർക്കിന് വേണ്ടി മെറ്റീരിയൽ കൊടുക്കുന്നു, ആ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ തിരിച്ച് മെറ്റീരിയൽ വരുന്നു, അതും റെസിപ്റ്റ് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ എബോ ആണ്. ഓൾ ഓഫ് ദ എബോ. അപ്പം മെറ്റീരിയൽ ഒരു വെയർ ഹൗസിലേക്ക് എങ്ങനെ വന്നാൽ അത് റെസിപ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഓൾ ഓഫ് ദ എബോ, ഡി ആണ് ആൻസർ. അടുത്ത, ഡാഷ് ഈസ് എ ഡോക്യുമെൻറ്റ് പ്രിപ്പയർഡ് ബൈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഡോക്യുമെൻറ്റാണ് പ്രിപ്പയർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. ഇതാണ് മെറ്റീരിയൽ റെക്യൂസിഷൻ ആണ് എന്ത് ആര് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബിൽ ഓഫ് മെറ്റീരിയൽ വന്നിട്ടുണ്ടെങ്കിൽ ബോത്ത് ബിൽ ഓഫ് മെറ്റീരിയലും വരും, ബിൽ റെക്യൂസിഷനും വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫുള്ള് സെയിൽസ് അക്കൗണ്ടിങ്ങിൻ്റെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ദ ക്യാഷ് മെമ്മോ ഈസ് നോൺ ആസ്, നമുക്ക് നോക്കാം. ക്യാഷ് മെമ്മോ എന്ന് വെച്ചാൽ എന്താണ്? ക്യാഷ് ട്രാൻസാക്ഷനും ക്യാഷ് സെയിൽസും റെക്കോർഡ് ചെയ്താണ് ക്യാഷ് മെമ്മോ എന്ന് പറയുന്നത്. അത് ഓൾസോ ടേബിൾസ് എന്ത്? ക്യാഷ് ബില്ല് നമുക്ക് പറയാം. ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടോ, ക്യാഷ് മെമ്മോയിൽ എന്തോ റെക്കോർഡ് ചെയ്യുന്നത്? ഇഷ്യൂഡ് ക്യാഷും ക്യാഷ് സെയിൽസ് ട്രാൻസാക്ഷനാണ് റെക്കോർഡ് ചെയ്യണത്. ഇറ്റ്സ് ഓൾസോ ടേംഡ് എന്ത്? ക്യാഷ് ബിൽ എന്ന പേരിലും അറിയപ്പെടും. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ ക്യാഷ് ബിൽ. അടുത്ത, സെയിൽസ് ഡേ ബുക്ക് റെക്കോർഡ്. സെയിൽസ് ഡേ ബുക്ക് നമുക്കറിയാം എന്താ റെക്കോർഡ് ചെയ്യുന്നത്? സെയിൽസ് ഡേ ബുക്കിൽ ക്യാഷ് സെയിൽസ് അല്ല റെക്കോർഡ് ചെയ്യുന്നത്, ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സിൻ്റെ ഇൻഫർമേഷനാണ് സെയിൽസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ക്യാഷ് സെയിൽസ് ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും അതർ തിങ്സും ടോട്ടൽ സെയിൽ അല്ല, ക്രെഡിറ്റ് സെയിൽസ് മാത്രമാണ് റെക്കോർഡ് ചെയ്തത്, ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ, ഇതിലൊന്നും നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല, ഇൻഫർമേഷൻ ആവശ്യമില്ല, ജസ്റ്റ് ഒരു കോമൺ ഐഡിയ ഉണ്ടെങ്കിൽ മതി. അടുത്ത, അക്കൗണ്ടിങ് ഓഫ് റവന്യൂ റെക്കഗ്നൈസേഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് ഡൺ ദ ഫോളോയിങ്. ഓക്കെ, കുറേ ഏസ് പഠിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഏസിൻ്റെ കാൽക്കുലേഷൻ ഒന്നുമില്ല. ആ ഏസ് ഇപ്പോൾ ഏസ് 2 ഏതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്താണ്? വാല്യൂഷൻ ഇൻവെൻട്രി ആണ്. ഏസ് 3 എന്താണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഏസ് 10 എന്താണ്? പ്രോപ്പർട്ടി പ്ലാൻ എക്യുപ്മെൻറ്റ്. അങ്ങനെ ഏത് ഏസ് ആണെന്ന് ചോദിച്ചത്. അപ്പോൾ റവന്യൂ റെക്കഗ്നൈസേഷൻ്റെ ഏസ് ഏതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഏസ് 9 ആണ് റവന്യൂ റെക്കഗ്നൈസേഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പറയണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഏസിൻ്റെ പേരും അത് ഏസ് ആണ് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പം മിക്കപ്പോഴും ചിലരെന്ത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആവാനാണ് ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞ് അത് ടിക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആവാം, സ്റ്റേറ്റ്മെൻറ്റ് 2 ട്രൂ ആവാം, ചിലപ്പോൾ 2 ഫോൾസ് ആവാം, അങ്ങനെ സിറ്റുവേഷൻ. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയിട്ട് വായിക്കണം. ഓക്കെ, ദ ക്യാഷ് ഡിസ്കൗണ്ട് ഇസ് റെക്കോർഡ് ആസ് ഡിസ്കൗണ്ട് അലൗഡ്. ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് എന്നാണ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണത്. ഓക്കെ, ക്യാഷ് ഡിസ്കൗണ്ട് ഇസ് ഹെൽപ്ഫുൾ ടു ഇൻ റെഡ്യൂസിങ് ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ടൈം. കുറയ്ക്കാൻ സംഭവിക്കും, ക്യാഷ് ഡിസ്കൗണ്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് നോക്കാം, ക്യാഷ് ഡിസ്കൗണ്ട് എന്ന ഏരിയയിൽ അങ്ങനെ തന്നെയാണോ ഇട്ടേക്കുന്നത്? നമുക്ക് നോക്കുക. ക്യാഷ് ഡിസ്കൗണ്ട്, അതിനകത്ത് ക്യാഷ് ഡിസ്കൗണ്ട് റെക്കോർഡ് ഡിസ്കൗണ്ട് അലൗഡ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ. ഇനി ക്യാഷ് ഡിസ്കൗണ്ട് ഓൾസോ ഹെൽപ്പ്ഫുൾ റെഡ്യൂസിങ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കൊരു പേയ്മെൻറ്റ് കിട്ടാനുണ്ട്, ഇപ്പം നമ്മൾ പറയും ഇപ്പം പേയ്മെൻറ്റ് തരുവാണെങ്കിൽ ഒരു 10,000-20,000 കുറച്ച് തരാം എന്ന് പറയുവാണെങ്കിൽ പേയ്മെൻറ്റ് ഉടനെ കിട്ടും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കുറഞ്ഞ് കിട്ടൂലേ? അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ 2 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് കറക്റ്റ് റിഗാർഡിംഗ് നെറ്റ് സെയിൽ. നെറ്റ് സെയിൽ കണ്ടുപിടിക്കുക. നമ്മൾ ആദ്യം ടോട്ടൽ സെയിൽ, അതായത് ഗ്രോസ് സെയിൽസ് ഉണ്ടോ? ഗ്രോസ് സെയിൽസിൻ്റെ കൂടെ റിട്ടേൺ ഇൻവേർഡ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കളയും. ഓക്കെ, അതാണ് റിട്ടേൺ. എന്നിട്ട് സെയിൽസ് അലവൻസ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ, ഇപ്പം സെയിൽസ് അലവൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് തിരിച്ചു തരാതെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കുറയ്ക്കുക, അപ്പോൾ സെയിൽ കുറയും. അപ്പോൾ അതാണ് സെയിൽസ് അലവൻസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്നുകൂടി പറയാം. അപ്പോൾ അവിടെ ഗ്രോസ് സെയിലിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുക, സെയിൽസ് അലവൻസ് കുറയ്ക്കുക, അപ്പോൾ അതാണ് നെറ്റ് സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? റിട്ടേൺ ഇൻവേർഡ് തന്നെയാണ് സെയിൽസ് റിട്ടേൺ. അപ്പോൾ ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ മൈനസ് സെയിൽസ് അലവൻസ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 41, ഇൻ ദ ബാലൻസ് ഷീറ്റ്
പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഈസ് ഷോൺ ആസ്, നമുക്കറിയാം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് നമ്മൾ ചെയ്യുന്നത് ഡിഡക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് എന്നാണ്. ഡെപ്റ്റേഴ്സ് എന്ന് ലെസ് ചെയ്ത് കളയുന്ന എമൗണ്ട് അല്ലേ പ്രൊവിഷൻസ്. ബാഡ് ഡെപ്റ്റ് ആയാലും പ്രൊവിഷൻസ് ആയാലും ഡിസ്കൗണ്ട് ആയാലും ഡെപ്റ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്? അഡീഷൻ ടു ഡെപ്റ്റേഴ്സ് തെറ്റാണ്, അഡീഷൻ ടു ക്യാപിറ്റൽ തെറ്റാണ്, ഇൻഡിവിജ്വൽ ഐറ്റം അണ്ടർ ലയബിലിറ്റി തെറ്റാണ്, ഡിഡക്ഷൻ ഫ്രം എന്ത്? ഡിഡക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് അണ്ടർ അസറ്റ്. ഡെപ്റ്ററിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്ന ഐറ്റമാണ് എന്ത്? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് അണ്ടർ ഡാഷ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് അക്കൗണ്ട്സ് റിസീവബിൾ. നമുക്കറിയാം ബാഡ് ഡെപ്റ്റ് കൺഫേം ആയിട്ട് എമൗണ്ട് കിട്ടത്തില്ല, അതിന് വിളിക്കുന്നത് ബാഡ് ഡെപ്റ്റ്. അത് റൈറ്റ് ഓഫിൻ്റെ ഏത് മെത്തഡാണ്? ഡയറക്റ്റ് റൈറ്റ് ഓഫ് ആണോ, ഇൻഡയറക്റ്റ് റൈറ്റ് ഓഫ് ആണോ, അലവൻസ് മെത്തഡാണോ, നോൺ അലവൻസ് മെത്തഡാണോ? നമുക്ക് രണ്ട് മെത്തഡുണ്ട്. ഡയറക്റ്റ് റൈറ്റ് ഓഫ് മെത്തഡും ഉണ്ട്, അലവൻസ് മെത്തഡും ഉണ്ട്. അതിൽ ബാഡ് ഡെപ്റ്റ് ഒക്കെ റൈറ്റ് ഓഫ് വരുന്നത് ഡയറക്റ്റ് റൈറ്റ് ഓഫ് മെത്തഡിലാണ്, പ്രൊവിഷൻസ് എല്ലാം അലവൻസ് മെത്തഡിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചത് ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫിൻ്റെ ഏത് മെത്തഡാണ്? ഏത് മെത്തഡാണ്? ഡയറക്റ്റ് റൈറ്റ് ഓഫ് മെത്തഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചുമ്മാ ആൻസർ വിളിച്ച് പറയുമല്ല, നമുക്ക് നോക്കാം. കണ്ടോ, ബാഡ് ഡയറക്റ്റ് റൈറ്റ് ഓഫ് മെത്തഡ്, ബാഡ് ഡെപ്റ്റ് ഒക്കെ എന്താണ്? ഡയറക്റ്റ് റൈറ്റ് ഓഫ് മെത്തഡാണ്. അപ്പോൾ പ്രൊവിഷൻസ് ഒക്കെയോ? പ്രൊവിഷൻസ് ഒക്കെ അലവൻസ് മെത്തേഡാണ്. ജസ്റ്റ് ഓർത്തിരിക്കുക, അത് ചോദിച്ചിട്ടില്ല എങ്കിലും നെക്സ്റ്റ് ടൈം അതായിരിക്കും ചിലപ്പോൾ ചോദിക്കാം. പ്രൊവിഷൻസ് ഒക്കെ റൈറ്റ് ഓഫിന് ഏത് മെത്തഡാണ് ചോദിച്ചാൽ എന്താണ്? അലവൻസ് മെത്തഡാണ്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് ഒക്കെ എന്താണ്? ഡയറക്റ്റ് റൈറ്റ് ഓഫ് മെത്തഡാണ്. ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ഏതാണ്? ഡയറക്റ്റ് റൈറ്റ് ഓഫ് മെത്തേഡിലാണ്. അടുത്ത, when the customer agree to keep undesirable product instead of return back. ഓക്കെ, കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സ് ഈ അൺഡിസൈറബിൾ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കുന്നതിന് പകരം റിട്ടേൺ ചെയ്തതിന് പകരം അവർ തന്നെ സൂക്ഷിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫോർ റിഡക്ഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞു കിട്ടുന്നു. ഇപ്പം എന്താണ്? ഡാമേജ് ആയ ഗുഡ്സ് തിരിച്ച് റിട്ടേൺ ചെയ്തപ്പോൾ അവർ തന്നെ സൂക്ഷിക്കുക. എന്ത് കുറയ്ക്കാൻ? സെല്ലിംഗ് പ്രൈസ് കുറച്ച് കിട്ടും. അപ്പോൾ അത് പറഞ്ഞത് റിഡക്ഷൻ ഈസ് ഡെബിറ്റഡ് ടു ഏതാണ് പറയുക? സെയിൽസ് റിട്ടേൺ ആണോ, റിട്ടേൺ ഔട്ട്വേഡ് ആണോ, റിട്ടേൺ ഇൻവേഡ് ആണോ, സെയിൽസ് അലവൻസ് ആണോ? നമുക്ക് നോക്കാം. ഇവിടെ പറയാം, എഗ്രി ടു കീപ്പ്, കസ്റ്റമർ എഗ്രി ടു കീപ്പ് ഏത് പ്രൊഡക്റ്റ്? അൺഡിസൈറബിൾ പ്രൊഡക്റ്റ്. എന്തിന് പകരം? ഇൻസ്റ്റെഡ് ഓഫ് റിട്ടേൺ ബാക്കിന് പകരം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഫോർ റിഡക്ഷനിൽ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കുറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഡെബിറ്റഡ് ടു എവിടെ? ഏത് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് വെച്ചിരിക്കുന്നത്? ഏത് അക്കൗണ്ടാണ്? സെയിൽസ് അലവൻസ് അക്കൗണ്ടാണ്. സെയിൽസ് അലവൻസ് അക്കൗണ്ടിലാണ് ഗുഡ്സ് അൺഡിസൈറബിൾ പ്രൊഡക്റ്റ് തിരിച്ച് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നത്? അവരെന്നെ സൂക്ഷിക്കുക. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, സെയിൽസ് അലവൻസ് കണ്ടോ? സെയിൽസ് അലവൻസ് എന്താ പറഞ്ഞേക്കുന്നത്? വേറെ കസ്റ്റമർ എഗ്രി ടു കീപ്പ് അൺഡിസൈറബിൾ പ്രൊഡക്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് റിട്ടേൺ ബാക്ക് ഫോർ റിഡക്ഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. കണ്ടോ, സെയിം അതേ വേർഡ്സ് തന്നെയാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സെയിൽസ് അലവൻസ് എന്ന് നമ്മൾ ഹെഡിങ് വായിക്കാൻ നേരത്തെ ഇത്രയും പോയിൻറ്റ്സ് വായിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് ഏത് പോയിൻറ്റ്സാണ് ചോദിക്കുക നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോൾ ഇവിടെ സെയിൽസ് അലവൻസ് ആണ്. അടുത്ത, റിട്ടേൺ ഇൻവേർഡ് അക്കൗണ്ട് ഇസ് എ കോൺട്രാ അക്കൗണ്ട് ടു. ഇതിൽ നിന്നാണ് ഡിഡക്റ്റ് ചെയ്യുന്ന ഏതാണ്? റിട്ടേൺ ഇൻവേർഡ്. സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ഇൻവേർഡ് നമ്മൾ എന്തോ ചെയ്യുന്നത്? സെയിൽസിൽ നിന്ന് കുറയ്ക്കുമല്ലേ. അപ്പോൾ ഏത് അക്കൗണ്ടാണ് വരത്തുള്ളൂ? സെയിൽസ് അക്കൗണ്ട്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫ്ലോട്ട് ഇൻ ക്യാഷ് മാനേജ്മെൻറ്റ്. ഒരു ക്യാഷ് ഫ്ലോട്ട് എന്ന് വെച്ചാൽ ഡിലേ. ഒരു ക്യാഷ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഏതൊക്കെ ഡിലേസ് വരാം? പ്രോസസ്സിംഗ് ഫ്ലോട്ട് വരാം, ബാങ്ക് ഫ്ലോട്ട് വരാം, മെയിൽ ഫ്ലോട്ട് വരാം. അപ്പോൾ ഏതൊക്കെ ഫ്ലോട്ട് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ വിച്ച് ദ ഫോളോയിങ് ഇസ് എ ഫ്ലോട്ട് എന്ന് വെച്ചാൽ ഡിലേ ആണ്. ഡിലേ, അപ്പോൾ ക്യാഷ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഏതൊക്കെ ഡിലേ വരാം? പ്രോസസ്സിംഗ് ഫ്ലോട്ട് വരാം, ബാങ്ക് ഫ്ലോട്ട് വരാം, മെയിൽ ഫ്ലോട്ട് വരാം. അപ്പോൾ ഇവിടെ ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. ഓക്കെ, ഫ്ലോട്ട് വെച്ചാൽ ഡിലേ ആണ്. ഓക്കെ, അടുത്ത, അക്കൗണ്ട് റിസീവബിൾ അറൈസസ് ഔട്ട് ഓഫ്. അക്കൗണ്ട് റിസീവബിൾസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമുക്ക് ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോഴാണ് റിസീവബിൾസ് വരുന്നത്. ക്രെഡിറ്റ്, ഇപ്പം നമ്മൾ ക്യാഷിന് ഗുഡ്സ് വിറ്റു, അപ്പോൾ ക്യാഷ് കിട്ടി, അവിടെ റിസീവബിൾസ് ഇല്ല. അപ്പം ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കുമ്പോൾ എന്തുണ്ടാവും? റിസീവബിൾസ് വരും. അപ്പം ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോഴാണ് അക്കൗണ്ട് റിസീവബിൾസ് അറൈസ് ആവുന്നത്. ഓക്കെ,
നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് എന്ന പേരിലും വരുന്നു. അത് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കുറയ്ക്കാൻ സഹായിക്കും. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 48. ഡാഷ് റെപ്രസെൻറ്റ്സ് എമൗണ്ട് ഓഡിറ്റ് ടു എ ഫേം ആസ് എ റിസൾട്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽ മെയ്ഡ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൽ ക്രെഡിറ്റ് സെയിൽ എടുക്കുമ്പം എന്താണ് ഫേമിന് എമൗണ്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ എന്ത് പറയുന്നത്, ക്യാഷ് ആണോ, അക്കൗണ്ട് റിസീവബിൾ ആണോ, ഇൻവെൻട്രി ആണോ, ബാങ്ക് ആണോ? ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പം നമുക്കറിയാം അറൈസ് എന്താണ്, അക്കൗണ്ട് റിസീവബിൾ ആണ്. ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ ക്യാഷ് കിട്ടത്തില്ല, പിന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്, അക്കൗണ്ട് റിസീവബിൾസ് ആയിരിക്കും. അപ്പം ബി ആണ് ആൻസർ. ഇത് വീണ്ടും ക്യാഷ് മെമ്മോയുടെ കേസ് തന്നെയാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ക്യാഷ് മെമ്മോയുടെ പോയിന്റ്സ് ഫുള്ള് പഠിച്ചേ പറ്റൂ. ക്യാഷ് മെമ്മോ ഇസ് ഇഷ്യൂഡ് ഇൻ കേസ് ഓഫ് ക്യാഷ് സെയിൽ ട്രാൻസാക്ഷൻ ആണ്, ശരിയാണ്. ക്യാഷ് മെമ്മോ ഷുഡ് ബി സീരിയൽ നമ്പേർഡ്. അപ്പോൾ എല്ലാ ക്യാഷ് മെമ്മോയ്ക്കും എന്തുണ്ട്, ഒരു സീരിയൽ നമ്പേഴ്സൊക്കെ കാണും. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആണ്. ആ ക്യാഷ് മെമ്മോൻ്റെ പോയിന്റ്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ പഠിക്കുമ്പോൾ ഇത്രയും പോയിന്റ്സും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ഇത് നമ്മൾ എന്ന സ്പെഷ്യൽ ട്രാൻസാക്ഷൻ ചാപ്റ്ററിലെ ഗുഡ്സ് സെയിൽ ഓർ റിട്ടേൺ ബേസിസ് എന്ന ചാപ്റ്ററാണ്. അണ്ടർ സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ് വെൻ ദ ട്രാൻസാക്ഷൻസ് ആർ ഫ്യൂ, കുറച്ച് ട്രാൻസാക്ഷനേ ഉള്ളൂ. ഗുഡ്സ് ആർ കസ്റ്റമർ അക്സെപ്റ്റഡ്, ദ അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ് വിൽ ബി. അതായത് നമുക്ക് കുറച്ച് ഗുഡ്സ് നമ്മൾ അയച്ചു കൊടുത്ത ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു. അവർ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തില്ല, എൻട്രി ചെയ്യേണ്ട 31 മാർച്ചിലും എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ആ എൻട്രി റിവേഴ്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, 31 മാർച്ച് അക്സെപ്റ്റൻസ് ഒന്നും അറിയിച്ചിട്ടില്ലെങ്കിൽ പോലും റിവേഴ്സ്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തില്ല, എൻട്രി ഇല്ല, നോ ജേണൽ എൻട്രി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസറ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് 1, acquisition cost means total cost of obtaining fixed asset and putting it in place and condition for use. ഒരു അസറ്റ് വാങ്ങിച്ച് അത് യൂസ് ചെയ്ത കണ്ടീഷൻ വരെ എത്തുന്ന കോസ്റ്റ് എല്ലാം അക്വിസിഷൻ കോസ്റ്റിൽ പെടും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞത്. ഓക്കെ, ദ അക്വിസിഷൻ കോസ്റ്റ് ഇസ് ജനറലി ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആവാം, ഒറിജിനൽ കോസ്റ്റ് ആവാം. അപ്പോൾ ഇത് രണ്ടും അക്വിസിഷൻ കോസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം ട്രൂ ആണോ നമുക്ക് നോക്കാം. ഓക്കെ, അതെ, നോക്കുക. അക്വിസിഷൻ കോസ്റ്റ് മീൻസ് ടോട്ടൽ കോസ്റ്റ് ഒബ്റ്റൈനിങ് ദ ഫിക്സ്ഡ് അസറ്റ് പുട്ടിങ് ഇൻ ടു പ്ലേസ് ആൻഡ് കണ്ടീഷൻ ഫോർ യൂസേഴ്സ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ. ദ അക്വിസിഷൻ കോസ്റ്റ് ജനറലി ഏത് കോസ്റ്റാണ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം ശരിയാണ്. അക്വിസിഷൻ കോസ്റ്റിനെ കുറിച്ച് പറയുന്ന ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഇവിടെ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആണ്. അടുത്ത, ആസ് പെർ റിവൈസ്ഡ് ഷെഡ്യൂൾ ടു കമ്പനീസ് ആക്ട് 2013, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ സെപ്പറേറ്റ്ലി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ്. ഏതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ ഏത് ഹെഡിലാണ് ഷെഡ്യൂൾ 3 കമ്പനീസ് ആക്ട് 2013 പറയുന്നത് നമുക്ക് നോക്കാം. ഏതാണ്, നോൺ കറണ്ട് അസറ്റിലാണ് വരുന്നത്. നമുക്ക് ആൻസർ എന്തായാലും ചെക്ക് ചെയ്യാം. ഇതാണ്ട് കമ്പനീസ് ആക്ടിലകത്ത് നോൺ എന്താണ്, സെപ്പറേറ്റ്ലി ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ സെപ്പറേറ്റ്ലി ഷോൺ അണ്ടർ ദ ഹെഡ് ഓഫ് ഏത്, നോൺ കറണ്ട് അസറ്റിലാണ് കമ്പനീസ് ആക്ട് ഷെഡ്യൂളിൽ പറയണത്. അപ്പോൾ ഇവിടെ ആൻസർ നോൺ കറണ്ട് അസറ്റ് ആണ്. എന്ത് പറഞ്ഞേക്കുന്നത്, റിവൈസ്ഡ് ഷെഡ്യൂൾ ഓഫ് 3 കമ്പനീസ് ആക്ട് 2013 ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ സെപ്പറേറ്റ്ലി നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഹെഡിൽ ഇടും. ഏതാണ്, നോൺ കറണ്ട് അസറ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13, fall in the value of fixed asset. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നത് എന്തുകൊണ്ട്, ഫാക്ടേഴ്സ് ലൈക്ക് ന്യൂ ഇൻവെൻഷൻ, ചേഞ്ച് ഇൻ ദ ഫാഷൻ, ടെക്നോളജി, മാർക്കറ്റ് കണ്ടീഷൻ, ഈ കാരണങ്ങൾ കൊണ്ടാണ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതെങ്കിൽ അതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ഒബ്സലൻസ്, ഡിപ്രീസിയേഷൻ, ഡിപ്ലീഷൻ, ഇമ്പയർമെൻറ്റ്, ഏത് പേരിൽ അറിയപ്പെടുന്നത്, ഈ ടെക്നോളജി ചേഞ്ച്, ഫാഷൻ ചേഞ്ച്, മാർക്കറ്റ് കണ്ടീഷൻ ചേഞ്ച്, ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന പേരെന്താണ്, ഒബ്സലൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 54, ഡാഷ് ഇസ് ദ മോസ്റ്റ് ലിക്വിഡ് ഫോർ ഓൾ അസറ്റ് ഓഫ് ആൻ നമുക്കറിയാം മോർ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ഏതാണ്, മോർ ലിക്വിഡ് അസറ്റ് പറയുമ്പോൾ എന്താണ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് തന്നെയാണ് മോർ ലിക്വിഡ് അസറ്റ്. ക്യാഷ് തന്നെയാണ് മോർ ലിക്വിഡ് അസറ്റ്. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. അടുത്ത, കോപ്പി റൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. കോപ്പി റൈറ്റ്
നമുക്കറിയാം ഗുഡ് വില്ല്, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ എക്സാമ്പിളാണ്. ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിൻ്റെ എക്സാമ്പിളാണ്. അടുത്ത ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1961, ഇൻകം ടാക്സ് ആക്ട് 1961 അസസിങ് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് ദ കമ്പനി, ഒരു കമ്പനിയുടെ ടാക്സ് ലയബിലിറ്റി കാണാൻ വേണ്ടി കമ്പനി യൂസ് ടു എന്ത് കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ. ശ്രദ്ധിക്കുക, ഇൻകം ടാക്സ് ആക്ട് 1961 കമ്പനിയുടെ ടാക്സ് ലയബിലിറ്റി കാണാൻ നേരത്ത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യും. ഒന്നെങ്കിൽ സ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ റിട്ടേൺ ഡൗൺ. ഏത് മെത്തേഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് ആ ഡിപ്രീസിയേഷൻ എന്ന കോൺസെപ്റ്റിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് കമ്പനി ടാക്സ് ലയബിലിറ്റി കാണാൻ നേരത്തെ ടൈമിൽ കമ്പനി ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത മെത്തേഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. ഓക്കെ, അടുത്ത കറണ്ട് അസറ്റ് അക്കൗണ്ടിങ് വാല്യൂസ് ദറ്റ് ഐറ്റംസ് കറണ്ട് അസറ്റ് അറ്റ്. കറണ്ട് അസറ്റിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് വാല്യൂ ആണ്. കറണ്ട് മാർക്കറ്റ് വാല്യൂൻ്റെ അടിസ്ഥാനത്തിലാണ് കറണ്ട് മാർക്കറ്റ് വാല്യൂ. ഓക്കെ, കറണ്ട് അസറ്റിൻ്റെ വാല്യൂ ഐറ്റംസ് കറണ്ട് അസറ്റിലാണ്. കറണ്ട് കോസ്റ്റ് പ്രൈസോ ഫെയർ വാല്യൂയോ ഡിപ്രിസിയേറ്റ് വാല്യൂ ഒന്നുമല്ല, ഇതാണ് കറണ്ട് മാർക്കറ്റ് വാല്യൂ തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 58. വിച്ച് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫാക്ടർ കൺസിഡേർഡ് ഫോർ കാൽക്കുലേറ്റിംഗ് എമൗണ്ട് ഓഫ് ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒറിജിനൽ കോസ്റ്റ് വേണം, എസ്റ്റിമേറ്റഡ് ലൈഫ് വേണം, സ്ക്രാപ്പ് വാല്യൂ വേണം, അല്ലെങ്കിൽ റെസിജ്വൽ വാല്യൂ വേണം. ഏത് വേണ്ട? ഇത് നോട്ട് എ ഫാക്ടർ എന്നല്ലേ പറഞ്ഞത്. ഒറിജിനൽ കോസ്റ്റ് വേണം, റെസിജ്വൽ വാല്യൂ വേണം, എസ്റ്റിമേറ്റഡ് ലൈഫ് വേണം. അപ്പോൾ ഏത് വേണ്ട? ഇൻട്രസ്റ്റ് റേറ്റ് വേണ്ട. അപ്പോൾ ആൻസർ സി ആണ്. ആൻസർ സി ആണ് ആൻസർ. അടുത്ത ഗെയിൻ ഓൺ ഡിസ്പോസൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് അക്കൗണ്ടഡ് ഫോർ ബൈ. ഒരു അസറ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്ത സമയത്ത് ഗെയിൻ വന്നു. ഒരു ഗെയിൻ വന്ന് നമ്മൾ എന്ത് ചെയ്യും? പി ആൻഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പി ആൻഡ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇവിടെ ഗെയിൻ അല്ലേ, അപ്പോൾ ഒരു ഗെയിൻ വന്ന് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റഡ് ടു പി ആൻഡ് അക്കൗണ്ട്. ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ഗെയിൻ കിട്ടി. അതെന്ത് ചെയ്യും? പി ആൻഡ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത വിച്ച് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എബൌട്ട് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് ട്രൂ അല്ലാത്ത ഏതാണ്? എ ഇറ്റ് ഒക്കർ ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ ഓർ പാസ് ഓവർ ടൈം. ശരിയാണ്. ഇറ്റ് ഇസ് ദ അലോക്കേഷൻ ഓഫ് വാല്യൂ ഓഫ് അസറ്റ് ഓവർ ഇറ്റ്സ് എസ്റ്റിമേറ്റഡ് ലൈഫ്. ശരിയാണ്. ഇറ്റ് ഇസ് ചാർജ്ഡ് എഗെയിൻസ്റ്റ് ഇൻകം എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ശരിയാണ്. ഇറ്റ് ഇസ് ടെമ്പററി ലോസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ടെമ്പററി ലോസ് ആണെന്ന് പറഞ്ഞേക്കുന്നത് അല്ല. ഡിപ്രീസിയേഷൻ ഇസ് ഒരു പെർമനൻറ്റ് ലോസ് ആണ്. അപ്പോൾ ആൻസർ ഏതാണ്? നോട്ട് എ ട്രൂ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ട്രൂ അല്ലാത്ത ഏതാ? ഡി ആണ് ആൻസർ. അപ്പോൾ ഡിപ്രീസിയേഷൻ ഇസ് എ എന്തൊരു ലോസാണ്? പെർമനൻറ്റ് ലോസാണ്, ടെമ്പററി അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 61. ഇൻ ദ കോണ്ടെക്സ്റ്റ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബില്ല് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ മീൻസ്. ബില്ല് നമ്മൾ ബാങ്കിൽ കൊടുത്ത് കളക്ട് ചെയ്യാൻ കൊടുത്തു. അത് എന്തോ മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ബില്ലുണ്ട്. ആ കുറേ ബില്ല് ബാങ്കിൽ കളക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നവരെ ബാങ്ക് റീറ്റേൺ ചെയ്തിട്ട് കിട്ടും നമ്മൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് മീനിങ്. അങ്ങനെ ക്വസ്റ്റ്യൻ ബില്ല് റീറ്റെയിൻ ബൈ ദ ബാങ്ക് ടിൽ മെച്യൂരിറ്റി ആൻഡ് റിയലൈസ്ഡ് ഓൺ ദ ദാറ്റ് ഡേറ്റ്. ബില്ല് റീറ്റെയിൻഡ് ബൈ ദ ബാങ്ക് ടിൽ മെച്യൂരിറ്റി ആൻഡ് റിട്ടേൺ ബാക്ക് ടു ക്ലയൻറ്റ്. തെറ്റാണ്. ബില്ല് ഡിസ്കൗണ്ടഡ് ആൻഡ് ക്രെഡിറ്റ് ടു ക്ലയൻറ്റ് അക്കൗണ്ട്. തെറ്റാണ്. ബില്ല് റീറ്റെയിൻഡ് ബൈ ബാങ്ക്. ശരിയാണ്. ബില്ല് റീറ്റെയിൻഡ് ബൈ ബാങ്ക് ആൻഡ് ക്രെഡിറ്റഡ് ടു ക്ലയൻറ്റ്സ് അക്കൗണ്ട് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ തെറ്റല്ലേ. അപ്പോൾ ഏതാണ് ആൻസർ? ഏതാണ്? ബില്ല് റീറ്റെയിൻഡ് ബൈ ദ ബാങ്ക് ടിൽ മെച്യൂരിറ്റി ആൻഡ് റിയലൈസ്ഡ് ഓൺ ദാറ്റ് ഡേറ്റ്. അപ്പോൾ ഏതാണ് ആൻസർ? ആൻസർ എ ആണ് ആൻസർ. അപ്പം ഓക്കെ, അടുത്ത എ പ്രൊമിസറി നോട്ട് ഷുഡ് ബി സൈൻഡ് ബൈ. പ്രൊമിസറി നോട്ട് സൈൻ ചെയ്ത ആരാണ്? പ്രൊമിസറാണ് പ്രൊമിസറി നോട്ടിൽ സൈൻ ചെയ്യണത്. പ്രൊമിസർ. അടുത്ത ഇഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇസ് ഡ്രോൺ. എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ചെയ്ത് എന്നാണ്? 31 ജൂലൈയിലാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ചെയ്തത്. 4 മാസത്തെ ബില്ലാണ്. 4 മാസത്തെ ബില്ല്. ഇറ്റ്സ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വിൽ ബി. നമുക്കറിയാം ആ ഡേറ്റിനോടെ 3 ഡേയ്സ് നമ്മൾ ആഡ് ചെയ്യും, ഡേയ്സ് ഓഫ് ഡേയ്സ് നമ്മൾ ആഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ജൂലൈ അല്ലേ, അപ്പോൾ 4 മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 30 വന്നു. അതിലൂടെ നമ്മൾ 3 ഡേയ്സ് കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഡിസംബർ 3 ആയിരിക്കും ആൻസർ. അപ്പം ഇതാണ്ട് എ ഡിസംബർ 3 കിട്ടിയ ഡേറ്റിനോട് നമ്മൾ എന്ത് ചെയ്യും? 3 ഡേയ്സും കൂടി നമ്മൾ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഡിസംബർ 3 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ മാർച്ച് 1
എന്ത് സംഭവിച്ചു? ധർമ്മേഷ് ഡ്രോ എ ബില്ല് ഓൺ മോഹൻ 1,15,000 ബില്ലാണ്, 3 മാസത്തെ ബില്ലായിരുന്നു. അറ്റ് മെച്യൂരിറ്റി മോഹൻ എന്ത് ചെയ്തു? റിക്വസ്റ്റ് ചെയ്തു ഒരു 50,000 രൂപ ഇപ്പം തന്നെ ക്യാഷ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാം, ബാലൻസ് 2 മാസത്തെ ബില്ലായിട്ട് പറ്റുമോ, പ്ലസ് എന്ത് 12% ഇൻട്രസ്റ്റ്. ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ആദ്യം 1,15,000 ബില്ലാണ്, ഇപ്പോൾ ഒരു 50,000 രൂപ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 1,00,000 രൂപയ്ക്കായിരിക്കും പുതിയ ബില്ല് ഡ്രോൺ ചെയ്തേക്കുന്നത്. അതിനകത്ത് 12% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. പുതിയ ബില്ല് 2 മാസത്തെ ബില്ലാണ്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടും? 1,00,000 ഇൻറ്റു 12% ഇൻറ്റു 2/12 ചെയ്യുമ്പോൾ 2,000 ആയിരിക്കും ആൻസർ, ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് വരിക. അപ്പോൾ 2,000 ആണ് എമൗണ്ട്. അടുത്ത ഡാഷ് ഇസ് ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പേയബിൾ ആൻഡ് ദിസ് പേഴ്സൺ മേ ബി ഡ്രോയർ ആവാം ഓർ ക്രെഡിറ്റർ ആവാം. ആർക്കാണോ എമൗണ്ട് കിട്ടേണ്ടത് ആ വ്യക്തി നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർക്കാണോ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇപ്പം ശ്രദ്ധിക്കുക, എയും ബിയും, എ കുറച്ച് ഗുഡ്സ് ബിക്ക് കൊടുത്തു, ബി കാശ് പിന്നെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേസിൽ ആരാണ്? എയ്ക്കാണ് കാശ് കിട്ടേണ്ടത്. ഓക്കെ, എ ബില്ല് ആർക്ക് കൊടുത്തു? സിക്ക് കൊടുത്തു. സിക്ക് കൊടുക്കാണ്ട് സിക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ ആർക്ക് കാശ് എമൗണ്ട് കിട്ടുന്നത്? ആർക്കാണ്? സിക്കാണ് എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ആർക്കാണോ പേയ്മെൻറ്റ് കിട്ടേണ്ടത് ആ വ്യക്തി വിളിക്കുന്ന പേരെന്താണ്? പേയ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, പേയ്. അപ്പോൾ ഇവിടെ ആരാണ്? ഇവിടെ ഡ്രോയറും ക്രെഡിറ്ററും ആരാണെന്ന് വിളിക്കുന്നത്? പേ ആണ്. ഒന്നെങ്കിൽ ഡ്രോയർ നമ്മൾ എന്ത് വിളിക്കും? ഡ്രോയറിനാണ് എമൗണ്ട് കിട്ടാണ്ട്. ഇവിടെ എയിൽ ബില്ല് ഡ്രോൺസ്, അപ്പോൾ എയ്ക്കാണ് കിട്ടണമെങ്കിൽ എയെ പേ വിളിക്കും, സിക്കാണ് കിട്ടുന്നെങ്കിൽ സിയെ പേ വിളിക്കും. അപ്പോൾ ഇവിടെ പേ എന്നാണ് വാക്കാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 66. ഇൻ കൺസൈൻമെൻറ്റ് ദ ഗുഡ്സ് ആർ ഡിസ്പാച്ച്ഡ് ഓൺ ദ ബേസിസ് ദാറ്റ് ദ ഗുഡ്സ് വിൽ ബി സോൾഡ് ഓൺ ദ ബിഹാഫ് ഓഫ് ദ എക്സ്പെൻസ് ആൻഡ് റിസ്ക്. നമുക്കറിയാം കൺസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ കൺസൈനർ, കൺസൈനി, ഇങ്ങനെ 2 പാർട്ടീസ് ഉണ്ട്. കൺസൈനർ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പളാണ്, ഓണർ ഓഫ് ദ ഗുഡ്സ് ആണ്. കുറച്ച് ഗുഡ്സ് ആർക്ക് അയക്കുന്നു? വേറൊരു പാർട്ടിക്ക് അയച്ചിട്ട് ഗുഡ്സ് വിറ്റ് കൊടുക്കുന്ന ആളാണ് കൺസൈനി. അപ്പോൾ റിസ്ക് ആയാലും എക്സ്പെൻസ് ആയാലും ആര് തന്നെ സഹിച്ചേ പറ്റൂ? കൺസൈനർ തന്നെ ബെയർ ചെയ്തേ പറ്റൂ. ഓക്കെ അല്ലേ? അപ്പം ഒരു കൺസൈൻമെൻറ്റ് ബേസിൽ ചെയ്യാൻ നേരത്ത് എക്സ്പെൻസും ആ റിസ്ക്കും ആര് തന്നെ ബെയർ ചെയ്യണം? കൺസൈനർ തന്നെ ബെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് സെയിൽ സെൻഡ് ബൈ. അക്കൗണ്ട് സെയിൽ അതായത് ഇപ്പം എ കൺസൈനറാണ്, ബി കൺസൈനിയാണ്. എ കൺസൈനർ, ബി കൺസൈനിയാണ്. ഓക്കെ, കൺസൈനറും കൺസൈനിയുമാണ്. ഓക്കെ, എ കുറച്ച് ഗുഡ്സ് ബിക്ക് അയക്കും, ആ ബി അത് കസ്റ്റമറിന് അയച്ചു കൊടുക്കും, വിൽക്കും. അപ്പോൾ എയുടെ ഗുഡ്സ് വിൽക്കുന്ന ഒരു ഏജൻറ്റാണ് ബി. അപ്പോൾ എ കുറച്ച് ഗുഡ്സ് ബിക്ക് ഫസ്റ്റ് അയച്ചു കൊടുത്തേ പറ്റൂ. അയച്ചു കൊടുക്കുന്ന ടൈമിൽ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് കൺസൈനർ കൺസൈനിക്ക് കൊടുക്കും. ഗുഡ്സിൽ എത്ര ഗുഡ്സ് ഉണ്ട്, എത്ര രൂപയുടെ ഗുഡ്സ് ആണ്, എത്ര രൂപയ്ക്ക് വിൽക്കണം, അങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കും. ആര്? കൺസൈനർ കൺസൈനിക്ക് കൊടുക്കും. അതിന് വിളിക്കുന്ന പേര് പ്രൊഫോർമ ഇൻവോയ്സ് എന്നാണ്. കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ആ ഡോക്യുമെൻ്റ് പറഞ്ഞ പേരാണ് പ്രൊഫോർമ ഇൻവോയ്സ്. ഓക്കെ, കൺസൈനി കസ്റ്റമറിന് ഗുഡ്സ് വിൽക്കും, എത്ര രൂപയ്ക്ക് വിറ്റു, എത്ര ഗുഡ്സ് ബാക്കിയുണ്ട്, എത്ര കിട്ടാനുണ്ട്, അങ്ങനെ സെയിലിൻ്റെ ഡീറ്റെയിൽസ് കൺസൈനി കൺസൈനറിന് കൊടുക്കും. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ട് സെയിൽ. അപ്പോൾ അക്കൗണ്ട് സെയിൽ സെൻഡ് ബൈ ആരാണ്? കൺസൈനിയാണ്. അക്കൗണ്ട് സെയിൽ സെൻഡ് ബൈ ആരാണ്? കൺസൈനിയാണ്. ഓക്കെ, അടുത്ത നോർമൽ ലോസ് ഓഫ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ഈസ്. നമ്മൾ നോർമൽ ഒരു കൺസൈൻമെൻറ്റ് ടൈമിൽ നോർമൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യും. അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല. അപ്പം ഇവിടെ നോർമൽ ലോസ് ഓൺ കൺസൈൻമെൻറ്റ് എന്തുവാണ്? ദിസ് ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് വിച്ച് ഇസ് നോ അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിക്വയർഡ്. ഓക്കെ, അപ്പം നോർമൽ ലോസ് എങ്ങനെയാണ്? നോർമൽ ലോസ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ചാർജ് ചെയ്യുക. അഡീഷണൽ ഇൻഫർമേഷൻസും അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല. അടുത്ത ഇൻ ദ ഈവൻറ്റ് നോൺ പേയ്മെൻറ്റ് ഓഫ് ഡെൽക്രേഡ് കമ്മീഷൻ. അപ്പോൾ ഡെൽക്രേഡ് കമ്മീഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഡെൽക്രേഡ് കമ്മീഷൻ ബൈ ദ കൺസൈനർ ടു ദ കൺസൈനി ദ എമൗണ്ട് ഓഫ് ബാഡ് ഡെപ്റ്റ് അറൈസിങ് ഫ്രം കൺസൈൻമെൻറ്റ് ഡെപ്റ്റേഴ്സ് മസ്റ്റ് ബി ബോൺ ബൈ ആര്? അതായത് കൺസൈനി, ഇപ്പോൾ എ കൺസൈനറും ബി കൺസൈനിയുമാണ് വിചാരിക്കും. എയുടെ ഗുഡ്സ് ബി വിറ്റ് കൊടുക്കും അല്ലേ? അപ്പോൾ എ
കുറച്ച് കമ്മീഷനൊക്കെ കൊടുക്കൂലേ, ആർക്ക് ബിക്ക് കമ്മീഷൻ കൊടുക്കും. കമ്മീഷൻ കൊടുക്കുന്ന ടൈമിൽ നോർമൽ കമ്മീഷനുണ്ട്, ഓവർ റൈഡിങ് കമ്മീഷനുണ്ട്, ഡെലിക്രേഡ് കമ്മീഷനുണ്ട്. ഇപ്പം ബി ഇത് കസ്റ്റമറിന് കൊടുക്കും. കസ്റ്റമർ കൊടുക്കുന്ന ടൈമിൽ കസ്റ്റമർ കുറച്ച് കാശ് ചിലപ്പോൾ കൊടുക്കാം, ചിലപ്പോൾ ബാഡ് അപ്റ്റ് ആവാം. അങ്ങനെ ബാഡ് അപ്റ്റ് വന്നാലും എന്ത് എക്സ്പെൻസ് വന്നാലും ആര് തന്നെ ബെയർ ചെയ്യേണ്ടി വരും? എ തന്നെ ബെയർ ചെയ്യണം. അങ്ങനെ കുറേ ആയ സമയത്ത് അപ്പോൾ എ എന്ത് ചെയ്യും? ഒരു അഡീഷണൽ കമ്മീഷൻ കൊടുത്തിട്ട് പറയും ഇനി ബാഡ് അപ്റ്റ് വന്നാൽ ഞാൻ സഹിക്കത്തില്ല. അപ്പോൾ ബാഡ് അപ്റ്റ് കൺസൈനിയെ കൊണ്ട് ബെയർ ചെയ്യാൻ വേണ്ടി കൺസൈനിക്ക് കൊടുക്കുന്ന ഒരു കമ്മീഷൻ്റെ പേരാണെന്ത്? ഡെലിക്രേഡ് കമ്മീഷൻ. അങ്ങനെ ആ കമ്മീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ആര് തന്നെ ആ ബാഡ് അപ്റ്റ് ബെയർ ചെയ്യണം? കൺസൈനർ തന്നെ ബെയർ ചെയ്യണം. കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നോൺ പേയ്മെൻ്റ് അല്ലേ, കൊടുക്കുന്നില്ലല്ലോ. അപ്പം ബാഡ് അപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡെലിക്രേഡ് കമ്മീഷൻ കൊടുത്തിട്ടില്ല, അപ്പോൾ ബാഡ് അപ്റ്റ് അറൈസ് ആയി. അപ്പോൾ ആര് ബെയർ ചെയ്യേണ്ടി വരും? കൺസൈനർ തന്നെ ബെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്ത ഹൗ ഈസ് ദ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഓഫ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഒരു കൺസൈൻമെൻറ്റ് സമയത്ത് അബ്നോർമൽ ലോസ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. നമ്മളെന്ത് ചെയ്യും? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? കൺസൈൻമെൻറ്റ് അബ്നോർമൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്ത് കളയും. അടുത്ത ദ റിലേഷൻ ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി. കൺസൈനറും കൺസൈനും തമ്മിൽ റിലേഷൻ എന്താണ്? കൺസൈനർ എന്താണ്? ഓണർ ഓഫ് ദ ഗുഡ്സ് അല്ലേ, പ്രിൻസിപ്പൾ അല്ലേ? മറ്റേ ആൾ എന്താണ്? കൺസൈൻ എന്താണ്? ഏജൻ്റ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? പ്രിൻസിപ്പളും ഏജൻറ്റുമാണ്. കൺസൈനറും കൺസൈനും തമ്മിൽ റിലേഷൻ. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് ദ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് ദ ബിസിനസ്. നമുക്കറിയാം ജോയിൻറ്റ് വെഞ്ചർ ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി രണ്ട് ആൾക്കാർ തമ്മിൽ നടത്തുന്ന ബിസിനസ്സാണ് ജോയിൻറ്റ് വെഞ്ചർ. ആ പർപ്പസ് പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും സംഭവിക്കും ആ ബിസിനസ് വൈൻഡപ്പ് ആവും. അപ്പോൾ ഇവിടെ അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്, ട്രൂ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് ഡ്യൂറേഷൻ, ശരിയാണ്. നോ ഫേം നെയിം, വേണ്ട. ഇറ്റ് ഇസ് ഡൺ ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ആ പർപ്പസ് പൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക് അതെന്താവും? വൈൻഡപ്പ് ആവും. അപ്പോൾ ഓൾ ഓഫ് ദ എബോ, ഈ 3 സ്റ്റേറ്റ്മെൻറ്റും എന്തുവാണ്? ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറിനെ കുറിച്ചുള്ള ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 73. വെൻ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ റെക്കോർഡിംഗ് ജോയിൻറ്റ് വെഞ്ചർ ട്രാൻസാക്ഷൻ for purchase of goods of the venture by a co-venture, dash will be debited and dash will be credited. ജോയിൻറ്റ് വെഞ്ചർ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തത് കോ-വെഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഗുഡ്സ് വാങ്ങിച്ചു, അതെന്തായാലും ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, വെൻഡേഴ്സിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്? ഡെബിറ്റഡ് ടു ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടും ക്രെഡിറ്റഡ് ടു വെൻഡേഴ്സ് അക്കൗണ്ടും കോ-വെൻഡേഴ്സ് അക്കൗണ്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഡി ആണ് ആൻസർ. വെൻഡേഴ്സ് അക്കൗണ്ട് എന്ത് ചെയ്യും? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, വെൻഡേഴ്സ് അക്കൗണ്ട് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഡി ആണ് ആൻസർ. അടുത്ത ആദർശ് ആൻഡ് വികാസ് എൻറ്റർഡ് ഇൻ ടു എ ജോയിൻറ്റ് വെഞ്ചർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലി. ആദർശ് പർച്ചേസ്ഡ് എത്രയാണ്? 200 kg ഓഫ് റൈസ് അറ്റ് ₹20 per kg. ബ്രോക്കറേജ് പെയ്ഡ് 650, ക്യാരേജ് 350. വികാസ് സോൾഡ് എത്രയാണ്? 90% ഓഫ് ദ ഗുഡ്സ് ₹22 per kg. അപ്പം 20 per kg വാങ്ങിച്ചത്, 22 വിറ്റത്. ഓക്കെ, ബാലൻസ് റൈസ് വാസ് ടേക്കൺ ഓവർ ബൈ വികാസ്. അതിൻ്റെ കോസ്റ്റ് ലെസ് 20% എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ദ വാല്യൂ ഓഫ് റൈസ് ടേക്കൺ ഓവർ ഈസ്, ആ എടുത്തുകൊണ്ട് പോയ ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം എത്ര രൂപയുടെ വാല്യൂള്ള ഗുഡ്സാണ് വാങ്ങിച്ചത് നോക്കാം. ഓക്കെ, 200 കിലോ വാങ്ങിച്ചു, 1 കിലോ എത്രയാണ്? 4000 ആണ്. നമുക്ക് ബ്രോക്കറേജ് ഒരു 650 രൂപ ബ്രോക്കറേജ് ആയിട്ടുണ്ട്, ആഡ് ചെയ്യണം. പിന്നെ ഒരു ക്യാരേജ് ഇൻവേർഡ് എത്രയാണ്? 350 രൂപ ആയിട്ടുണ്ട്, 350. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമുക്ക് എത്രയാണ്? 5000 രൂപയാണ് അയക്കുന്നത്, 5000 രൂപ. ഓക്കെ, എങ്കിൽ കോസ്റ്റ് പെർ കെ ജി എത്രയായിരിക്കും? 1 കിലോയ്ക്ക് എത്രയായിരിക്കും? 25 രൂപയാണ്. ടോട്ടൽ കോസ്റ്റ് 5000 അല്ലേ, 200 കിലോയിൽ വാങ്ങിച്ചത്. അപ്പോൾ 1 കിലോയ്ക്ക് എത്രയായിരിക്കും? ₹25 per kg. ഓക്കെ, എത്രയാണ് വിറ്റത്? ഈ 200 വാങ്ങിച്ചെങ്കിലും അതിന് 90% വിറ്റു, അപ്പം 180 വിറ്റു. ബാക്കി എത്രയുണ്ട്? ബാക്കി 20 ബാലൻസ് ഉണ്ട്. ഈ 20 ബാലൻസ് ഉള്ളത് ആരെടുത്തോണ്ട് പോയി? വികാസ് എടുത്തോണ്ട് പോയി. എത്രയാണ്? കോസ്റ്റ് 25 അല്ലേ, അതിന് 20% കുറച്ചെടുത്തോണ്ട് പോയി. അപ്പോൾ 20
വികാസ് എടുത്തു, അതിൽ നിന്ന് 25 മൈനസ് 20% ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20. അപ്പം എടുത്തുകൊണ്ട് പോയ ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്? 400 അപ്പം 400 വാല്യൂ. 400 ആൻസർ ഉണ്ടോ? ഉണ്ട്. അപ്പം ബി ആണ് ആൻസർ. അടുത്ത, വിച്ച് ലെഡ്ജർ അക്കൗണ്ട്സ് ആർ ഓപ്പൺഡ് ഫോർ ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ് വെൻ ദ കോ വെഞ്ചേഴ്സ് ഡിസൈഡ് ടു മെയിൻ എ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ആർ. നമുക്കറിയാം ജോയിൻറ്റ് വെഞ്ചർ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സും മെയിൻറ്റെയിൻ ചെയ്യും, നോട്ട് മെയിൻറ്റെയിൻ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ്. അങ്ങനെ 2 രീതിയിലാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണത്. സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ആർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊക്കെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ജോയിൻറ്റ് ബാങ്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, കോ വെഞ്ചേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അങ്ങനെ 3 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആൻസർ നോക്കുക ഏതാ? ഇവിടെ ജോയിൻറ്റ് വെഞ്ചർ ജോയിൻറ്റ് ബാങ്ക് മാത്രമേ ഉള്ളൂ, അല്ല. എ അല്ല. ജോയിൻറ്റ് വെഞ്ചറും കോ വെഞ്ചറും അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, അല്ല. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ജോയിൻറ്റ് ബാങ്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, കോ വെഞ്ചേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ. മെമ്മോറാണ്ടോ ഒന്നുമല്ല. അടുത്ത വീണ്ടും മെമ്മോറാണ്ടത്തെ കേസ് പറയുന്നുണ്ട്. ഇൻ മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിങ് മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ കോ വെഞ്ചേഴ്സ് റെക്കോർഡ് ചെയ്തത് സ്വന്തം ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. കോ വെഞ്ചേഴ്സ് റെക്കോർഡ് ചെയ്തത് നമുക്കിവിടെ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരുന്നേ പറ്റും. ഇവിടെ ജസ്റ്റ് ഇതിന് വേണ്ടത് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അടുത്ത, മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിങ് മെത്തേഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോ വെഞ്ചർ റെക്കോർഡ് ചെയ്യുന്നത് ഏതായിരിക്കും? ഹെർ ഓർ ഹിസ് റെസ്പെക്റ്റീവ് സ്വന്തം ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആൻസർ സി ആണ് ആൻസർ. അടുത്ത, ഇനി ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് എ കോ വെഞ്ചർ മെയിൻറ്റെയിനിങ് ഓൾ ദ ട്രാൻസ്ഫർ റിലേറ്റിംഗ് ജോയിൻറ്റ് വെഞ്ചർ. ജോയിൻറ്റ് വെഞ്ചറുമായി ബന്ധപ്പെട്ട് പ്രോഫിറ്റ് ആണ് കിട്ടുന്നെങ്കിൽ അത് ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും? ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ജോയിൻറ്റ് വെഞ്ചർ ടൈമിൽ പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അത് ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഷുവറാണ്. അടുത്ത, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 78 എങ്കിലും ഒന്നുകൂടി പറയാം. അണ്ടർ സെയിൽ ഓൺ അപ്രൂവൽ ബേസിൽ വെൻ ദ ട്രാൻസാക്ഷൻസ് ആർ ഫ്യൂ, കുറച്ച് ട്രാൻസാക്ഷനേ ഉള്ളൂ, ദ കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ദ ഗുഡ്സ്. നമ്മൾ കസ്റ്റമറിന് ഗുഡ്സ് വിൽക്കുന്നു, അവർ വിറ്റ ഗുഡ്സ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തില്ല, 31 മാർച്ച് എൻട്രി വരില്ല. അക്സെപ്റ്റ് ചെയ്യാതെയോ അവർ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നും പറയാതെ വന്നാൽ മാത്രമേ ഉള്ളൂ 31 മാർച്ച് നമ്മൾ റിവേഴ്സ് എൻട്രി ഇടുന്നത്. അപ്പോൾ ഇവിടെ എന്തില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ എൻട്രീസ് റിക്വയർഡ്. അടുത്ത പറയാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 ഏതർ സെയിൽ ഓർ റിട്ടേൺ ഡേ ബുക്ക് ഓർ സെയിൽ ഓർ റിട്ടേൺ ജേണൽ ഈസ് മെയിൻറ്റെയിൻ വെൻ ഫെയർലി എന്താണ് ലാർജ് നമ്പർ ഓഫ് ഗുഡ്സ് ആർ സെൻഡ് ഓൺ അപ്രൂവൽ ബേസ്ഡ് ഓഫ് കസ്റ്റമർ. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയാൻ സെപ്പറേറ്റ് സെയിൽ ഓർ റിട്ടേൺ ഡേ ബുക്ക് മെയിൻറ്റെയിൻ ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ വെൻ ദർ ആർ കൺസിഡറബിൾ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ആണെങ്കിലും സെയിൽ ഓഫ് ഗുഡ്സ് ആർ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. അതായത് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് ചോദിച്ചേക്കുന്നത്. സെയിൽ ഓർ റിട്ടേൺ ഡേ ബുക്കിൽ റിട്ടേൺ ഡേ ഓർ സെയിൽ ഓർ റിട്ടേൺ ജേണൽ മെയിൻറ്റെയിൻ വെൻ ഫെയർലി ലാർജ് നമ്പർ ആയാലും കൺസിഡറബിൾ നമ്പർ ആയാലും ഇത് തന്നെയാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ഇവിടെ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓർഗനൈസേഷൻ വിച്ച് എൻ്റർ ഇൻ ടു എ ന്യൂമറസ് ട്രാൻസാക്ഷൻ ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് ഡ്യൂറിങ് എ പീരീഡ് ഓപ്പൺസ്. നമുക്കറിയാം സെയിൽ ഓർ റിട്ടേൺ ബേസ് ചെയ്യുമ്പോൾ കുറച്ച് ട്രാൻസാക്ഷൻ വരും, കുറച്ച് കൺസിഡറബിൾ ട്രാൻസാക്ഷൻ വരും. ന്യൂമറസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഏതൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? സെയിൽ ഓർ റിട്ടേൺ ഡേ ബുക്ക് വരും, സെയിൽ ഓർ റിട്ടേൺ ജേണൽ വരും, സെയിൽ ഓർ റിട്ടേൺ ലെഡ്ജർ വരും. അപ്പോൾ ഈ കേസിൽ ഓൾ ഓഫ് ദ എബോവ് ആൻസറാണ്. ന്യൂമറസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ പീരീഡ് ഓപ്പൺസ്, സെയിൽസ് ഓർ റിട്ടേൺ ഡേ ബുക്ക് വരും, സെയിൽസ് ഓർ റിട്ടേൺ ജേണൽ, സെയിൽസ് ഓർ റിട്ടേൺ ലെഡ്ജർ. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ ഡി ആണ് ആൻസർ. ദ സെക്കൻഡ് കോളം ഓഫ് ദ സെയിൽ ഓർ റിട്ടേൺ ഡേ ബുക്ക് മെയിൻറ്റെയിൻഡ് ബൈ ആൻ ഓർഗനൈസേഷൻ വിത്ത് കൺസിഡറബിൾ നമ്പർ ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞു ഫ്യൂ ട്രാൻസാക്ഷൻ ഉണ്ട്, കൺസിഡറബിൾ ഉണ്ട്, പിന്നെന്താണ് ന്യൂമറസ് ഉണ്ട്. ഇപ്പോൾ ന്യൂമറസ് ആണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. കൺസിഡറബിൾ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ആണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് കോളം എന്തായിരിക്കും? ഗുഡ്സ് സോൾഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത എത്ര ഗുഡ്സ് ആണ് വിറ്റത്, മറ്റേതെങ്കിൽ എത്ര അപ്രൂവൽ കൊടുത്തു എന്നായിരിക്കും ഫസ്റ്റ് കോളം വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 82, കാൽക്കുലേറ്റ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഓക്കെ, ഫസ്റ്റ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താ മനസ്സിലാക്കുക. ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് ക്യാഷ് ഫ്ലോ കിട്ടാൻ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം. അതിൽ ടോട്ടൽ കോസ്റ്റ് ഉണ്ട്, നോൺ ക്യാഷ് എക്സ്പെൻസ് ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ട്. ഓക്കെ,
ക്യാഷ് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇക്വേഷൻ എന്ന് പറയുമ്പം എന്താണ് ഫിക്സഡ് കോസ്റ്റ് മൈനസ് നോൺ ക്യാഷ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് മൈനസ് നോൺ ക്യാഷ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെ പിടിക്കും? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറച്ചാൽ മതി. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയ്ക്കുമ്പോൾ 40 രൂപ, റുപ്പീസ് 40 ആണെന്ത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? ഫിക്സഡ് കോസ്റ്റ് 3,06,000. 3,06,000 മൈനസ് നോൺ ക്യാഷ് എക്സ്പെൻസ് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് 8,200 ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വരുമ്പോൾ 40 ആണ്. അത് സോൾവ് ചെയ്യാൻ നേരത്ത് എത്ര കിട്ടും? 3,06,000 മൈനസ് 8,200 ഡിവൈഡഡ് ബൈ 40 ചെയ്യുമ്പം എത്രയാണ്? 7,445 യൂണിറ്റ്സ്. അപ്പം പോസിറ്റീവ് ക്യാഷ് ഫ്ലോ കിട്ടാൻ 7,445 യൂണിറ്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ശിവ പെൻ സ്റ്റോർ സോൾഡ് 1,500 പെൻസ് ടു റോഷൻ സ്റ്റേഷനറീസ്. എത്രയാണ്? റുപ്പീസ് 45 പെർ പെൻ. അലോഡ് ട്രേഡ് ഡിസ്കൗണ്ട് 20%. ട്രേഡ് ഡിസ്കൗണ്ട് 20% കൊടുത്തിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ എത്ര രൂപ റെക്കോർഡ് ചെയ്യുന്നു? സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. നമുക്കറിയാം എത്ര രൂപയ്ക്കാണ് പറ്റുക. സെയിൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എന്തായാലും സെയിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യും? അത്രേ ഉള്ളൂ. 1,500 പെൻ. ഒരു പെൻ 45 രൂപ. ട്രേഡ് ഡിസ്കൗണ്ട് ലെസ് ചെയ്ത് കളയാം. ലെസ് 20% ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,500 ഇൻറ്റു 45 ഇൻറ്റു മൈനസ് 20% ഇപ്പോൾ 54,000 നമ്മൾ എന്ത് ചെയ്യും? സെയിൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സെയിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എ അല്ല ആൻസർ. 54,000 സെയിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റഡ് ബൈ, അപ്പോൾ സി ആണ് ആൻസർ. സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 84. അർജുൻ ഡ്രോ എ ബിൽ വെർത്ത് 2 lakh. 2 lakhൻ്റെ ബില്ല് ഡ്രോൺ ചെയ്തു ഓൺ ബൽറാം. ഓൺ മാർച്ച് 1 ബിൽ ഡ്രോൺ ചെയ്ത് 30 days ആണ്. ഡേയ്സിലാണ് പറഞ്ഞേക്കുന്നത്. ഓൺ വിച്ച് ഡേറ്റ് വിൽ ബി ദ മെച്യൂർ? ഗീവ് ദാറ്റ് ഇസ് അക്സെപ്റ്റഡ് ഓൺ അക്സെപ്റ്റഡ് ഡേറ്റ് മൈൻഡ് ചെയ്യേണ്ട. അക്സെപ്റ്റഡ് ഡേറ്റ് ബില്ല് ഡ്രോൺ ചെയ്ത് എന്നാണ്? മാർച്ച് 1 മാർച്ച് 1, 1 മാർച്ച്. 30 ഡേയ്സിൻ്റെ ബില്ലാണ്. അപ്പം പറയുമ്പോൾ 31 വരും. അതിൻ്റെ കൂടെ പ്ലസ് 3 ആഡ് ചെയ്യുക. 3 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? അപ്പം ഇവിടെ 30 ആഡ് ചെയ്യുമ്പോൾ മാർച്ച് 31. 3 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഏപ്രിൽ 3 വരും. ഏപ്രിൽ 3. അപ്പോൾ ഏപ്രിൽ 3 ആൻസർ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, 30 days ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മാർച്ച് 1 ബില്ല് ഡ്രോൺ ചെയ്തു. 30 ദിവസം പറയുമ്പോൾ മാർച്ച് 31 വരും. അവിടെ 3 ആഡ് ചെയ്യുക. അപ്പോൾ എന്ന് വരും? ഏപ്രിൽ 3 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 85. ഗുഡ്ഡു പർച്ചേസ് ടു ഗുഡ്സ് കോസ്റ്റിംഗ് 20 lakh. സുഗു സോൾഡ് 1/4/5 of the goods for 25 lakh. Balance of the goods were taken over by Sugu at the cost less 20%. If same set of books are maintained, determine the profit on in venture. ഒരു വെഞ്ചറിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവർ 20 lakhൻ്റെ ഗുഡ്സ്, നമുക്ക് ചെറിയൊരു നോട്ട് വരച്ചതിന് ചെയ്യാം. ഓക്കെ, 20 lakhൻ്റെ ഗുഡ്സ് വാങ്ങിച്ചു കോസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജോയിൻറ്റ് വെഞ്ചർ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അതിൽ 4/5 ഗുഡ്സ് 25 lakhsന് വിറ്റു. ഓക്കെ, ഗുഡ്സ് വിറ്റു. നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്തു. 25 lakhsന് ഗുഡ്സ് വിറ്റു. നമുക്കറിയാം 20 lakhനകത്ത് 20 lakhൻ്റെ 4/5 എന്ന് പറയുമ്പം എത്രയാണ്? 60 lakhൻ്റെ ഗുഡ്സ് വിറ്റിട്ടുണ്ട്. ബാക്കി 4 lakh കോസ്റ്റുള്ള ഗുഡ്സ് കയ്യിലുണ്ട്. അതിനകത്ത് മൈനസ് കോസ്റ്റ് ലെസ് 20% ആരെടുത്തോണ്ട് പോയി? ബാക്കി ഗുഡ്സ് ഉണ്ട്, അത് നമുക്ക് സ്റ്റോക്കായിട്ട് കാണിക്കാമായിരുന്നു. പക്ഷേ ആ ഗുഡ്സ് ആര് ടേക്ക് ഓവർ ചെയ്തു? സുഗു ടേക്ക് ഓവർ ചെയ്തു. എത്രയാണ്? 4 lakh തന്നെയാണോ? അല്ല, ലെസ് 20%. അപ്പോൾ എത്രയാണ്? 3,20,000 ഗുഡ്സ് ടേക്കൺ ഓവർ ബൈ ആര്? സുഗു എടുത്തുകൊണ്ട് പോയി. ഇത് സോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജോയിൻറ്റ് വെഞ്ചറിൻ്റെ പ്രോഫിറ്റ് കിട്ടും. നമുക്കറിയാം ക്രെഡിറ്റ് ബാലൻസ് ആണ് 25 lakhs പ്ലസ് 3,20,000. അപ്പോൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 28,20,000 കിട്ടും. 28,20,000 മൈനസ് 20 lakh ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8,20,000 റുപ്പീസ് ആണ് ജോയിൻറ്റ് വെഞ്ചറിൻ്റെ പ്രോഫിറ്റ്. സിമ്പിൾ. 20 lakhൻ്റെ കോസ്റ്റ് ആയിട്ടുണ്ട്.
ഓക്കെ 25 lakhs വിറ്റിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്തു. അതിൽ ഈ 20 lakh ഫുള്ള് വിറ്റിട്ടില്ല. എത്ര വിറ്റുള്ളൂ? 4/5 ആണ് വിറ്റേക്കുക. 60 lakh ആണ് വിറ്റിരിക്കുന്നത്. ബാക്കി 4 lakhൻ്റെ ഗുഡ്സ് ഉണ്ട്, കോസ്റ്റുള്ള വിലയുള്ള ഗുഡ്സ് ഉണ്ട്. അതിനകത്ത് 20% ലെസ് ചെയ്തിട്ട് ആരെടുത്ത് സുഗു എടുത്തുകൊണ്ട് പോയി. 3,20,000 അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സുഗൂസ് വെഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യും. സോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8,20,000 ജോയിൻറ്റ് വെഞ്ചറിൻ്റെ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, 8,20,000 ഉണ്ടോ നോക്കിയാൽ ഉണ്ട്. അത്രയേ ഉള്ളൂ, 8,20,000. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 86. രാജു ഡ്രോ എ ബിൽ ഓൺ സമ്പത്ത് ഓൺ 25th October 2023 ഫോർ 90 days. ഡേയ്സ് പറയുവാണെങ്കിൽ ഡേയ്സ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ 90 days പറയുമ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഇത് 90 days അല്ലേ, അപ്പം 3 മാസത്തെ മന്തായിട്ട് കൺവേർട്ട് ചെയ്യും. മന്തായിട്ട് കൺവേർട്ട് ആൻസർ തെറ്റും, ചെയ്യരുത്. 90 days എങ്കിൽ ഡേയ്സ് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യണം. മെച്യൂരിറ്റി ഡേറ്റ് 3 മാസമെങ്കിൽ 3 മാസം തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ 90 days. അപ്പോൾ ഡേയ്സിനകത്ത് എങ്ങനെയാണ് മെച്യൂരിറ്റി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കുക. ടോട്ടല് 90 days അല്ലേ, October 25 ബില്ല് ഡ്രോൺ ചെയ്തേക്കുന്നത്. October 25. ഇനി ഒക്ടോബർ എത്ര ദിവസമുണ്ട്? ഒക്ടോബർ ടോട്ടൽ 31 ദിവസമുണ്ട് അല്ലേ? അതിൽ 25 ദിവസം പോയി. 25 ദിവസം പോയാൽ ബാക്കി എത്ര വരും? 6 days. അപ്പോൾ ഒക്ടോബറിൽ 6 ദിവസമുണ്ട്. 90 days ബില്ലാണ്, അപ്പോൾ ഒക്ടോബറിൽ 6 ദിവസമുണ്ട്. നവംബർ ഫുൾ എടുക്കണം. നവംബർ 30 days. ഡിസംബറും 31 days ഫുള്ള്. ഇപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 67 days ഉണ്ട്. 67 days ആയിട്ടുണ്ട്. ടോട്ടൽ 90 days അല്ലേ, അപ്പം ഇതുവരെ 67 days ആയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? ഈ ടോട്ടൽ 90 daysനകത്ത് 67 days ആയിട്ടുണ്ട്. ആ ഡിസംബർ വരെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ജാനുവരി നമുക്ക് എത്ര എടുക്കാൻ പറ്റൂ? ജാനുവരി 23 ആണ് മെച്യൂരിറ്റി ഡേറ്റ് വരുന്നത്. അതിൻ്റെ കൂടെ പ്ലസ് നമ്മൾ 3 ആഡ് ചെയ്യും. അപ്പോൾ എത്ര വരും? 26 വരും. ജാനുവരി 26 നമുക്കറിയാം റിപ്പബ്ലിക് ആണ്. സോ ഏതെടുക്കും? 25 എടുക്കും. അപ്പോൾ 25 ആണ്. 25th January ആണ് ആൻസർ. എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ പറയാം. ടോട്ടൽ 90 days ആണ്. ആ 90 daysനകത്ത് ഒക്ടോബർ 25 ബില്ല് ഡ്രോൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ബാക്കി എത്ര ഡേയ്സ് ഉണ്ട് ഇനി? ടോട്ടൽ 31 days. 25 days പോയി, ബാക്കി 6 days ഉണ്ട്. നവംബർ ഫുൾ എടുക്കുക, ഡിസംബർ ഫുൾ എടുക്കുക. അപ്പോൾ ഇതുവരെ ടോട്ടൽ 67 days ആയിട്ടുണ്ട്. ഇനി 90 days എത്ര ഡേയ്സ് ഉണ്ട്? 23 days കൂടി ഉണ്ട്. അപ്പോൾ ജാനുവരി 23 days, ബാലൻസ് ജാനുവരി. അപ്പോൾ ജാനുവരി 23 ആണോ? പ്ലസ് 3 നമ്മൾ ആഡ് ചെയ്യൂലേ? 3 ആഡ് ചെയ്യുമ്പോൾ 26 January വരും. നമുക്കറിയാം 26 പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ തൊട്ട് പ്രീവിയസ് ഡേ എടുക്കണം. 25th എടുക്കേണ്ടി വരും. അപ്പോൾ 25th ആണ് ആൻസർ. 25th January ആണ് ആൻസർ. ഓക്കെ, ഈ 90 days 3 മാസത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ 28 വരും. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. ഇതിങ്ങനെ ചെയ്യാവുള്ളൂ. അടുത്ത അജയ് മാനുഫാക്ചറിങ് കമ്പനി ലിമിറ്റഡ് ഹാസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് 80,000 90,000 ഉണ്ട്. ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തത് 2,05,000 ആണ് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. എങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഗുഡ്സ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ മൈനസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് 80,000 പ്ലസ് എത്ര ഗുഡ്സ് മാനുഫാക്ചർ എടുക്കുന്നത്? 2,05,000 മൈനസ് ക്ലോസിംഗ് എത്രയാണ്? 90,000. ഓക്കെ, അപ്പോൾ 80,000 പ്ലസ് 2,05,000 മൈനസ് 90,000 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,95,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. 1,95,000. എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 88. മിസ്റ്റർ ആർ ഹാസ് സോൾഡ് ഗുഡ്സ് വെർത്ത് 1,28,974. ഓക്കെ, 1,28,974 രൂപയ്ക്ക് ഗുഡ്സ് വിറ്റിട്ടുണ്ട് എന്നാണ് മെയിൽ. ഔട്ട് ഓഫ് വിച്ച് ഹി റിസീവ്ഡ് ഓൺലി എത്ര കിട്ടിയുള്ളൂ? ക്യാഷ് ആയിട്ട് 78,550 കിട്ടിയുള്ളൂ. ദ നമ്പർ ഓഫ് സെയിൽസ് ടു ബി റെക്കോർഡ് ഇൻ ദ മന്ത് ഓഫ് മെയ്. മെയ്യിൽ എത്ര സെയിൽ റെക്കോർഡ് ചെയ്യും? കിട്ടിയത് മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ടോട്ടൽ വിറ്റത് 1,28,974 ആണ് വിറ്റത്. കിട്ടിയത് 78,550 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എത്ര രൂപ നമ്മൾ മെയ് മാസം സെയിൽ റെക്കോർഡ് ചെയ്യും? ഫുൾ സെയിൽ റെക്കോർഡ് ചെയ്യും. ഫുൾ സെയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. കിട്ടിയത് മാത്രമല്ല, എത്ര രൂപയാണോ റിയലൈസബിൾ ആവാനുള്ളത് ആ എമൗണ്ട് ഫുള്ള് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ 1,28,974 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അടുത്ത ദ എക്സ്പെൻഡിച്ചർ ഓൺ പ്രോജക്റ്റ് ആർ അക്കൗണ്ടഡ് ഫോർ എ ഡാഷ് ബേസ്. നമ്മൾ പ്രോജക്റ്റ് അക്കൗണ്ട് അസറ്റ് ഇല്ലാത്ത തന്നെ ഒരു ഏരിയ ആണ് പ്രോജക്റ്റ് അക്കൗണ്ടിൽ. അതൊരു ഏരിയ ആണ്. എക്സ്പെൻഡിച്ചർ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാഷ് ഓർ കമ്മിറ്റഡ് ബേസിലാണ്. ക്യാഷ് ഓർ ആസ് കമ്മിറ്റഡ് ആണ്. ഇത് ക്ലിയർ ആയിട്ട് അതിൽ സ്റ്റഡി മെറ്റീരിയലുണ്ട്.
എക്സ്പെൻഡിച്ചർ ഓൺ പ്രോജക്ട്സ് ആർ അക്കൗണ്ടഡ് ഫോർ ആൻ ഡാഷ് ബേസിൽ ക്യാഷ് ഓർ ആസ് കമ്മിറ്റഡ് ബേസിൽ. അക്രൂവൽ ബേസിലൊന്നുമല്ല. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. താഴെ പറയുന്നതിൽ ഇത് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ അല്ലാത്ത മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ആനുറ്റി മെത്തേഡ് ഉണ്ട്, ഡിപ്ലീഷൻ ഉണ്ട്, സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഏതാണ്? ടൺ കിലോമീറ്റർ മെത്തേഡൊന്നും മെത്തേഡ് ഇല്ല. അപ്പോൾ സി ആണ് ആൻസർ. സി ആണ് എന്ത് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 91. When an item of inventory is sold, its cost is transferred from the inventory asset account to be dash account. എപ്പോഴും ഇൻവെൻട്രി സോൾഡ് ഇതിൻ്റെ കോസ്റ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ഇൻവെൻട്രി അസറ്റ് ട്രാൻസ്ഫർ ഏതായിരിക്കും? പ്രൈം കോസ്റ്റ് അല്ല, വർക്ക് കോസ്റ്റ് അല്ല, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അല്ല. ഏതാ? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആണ്. അടുത്ത പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് അണ്ടർ ഡാഷ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് അക്കൗണ്ട്സ് റിസീവബിൾ. നേരത്തെ പറഞ്ഞായിരുന്നു. ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ഏത് മെത്തഡാണ്? ഡയറക്റ്റ് റൈറ്റ് ഓഫ് മെത്തഡാണ്. പ്രൊവിഷൻസ് ആണെങ്കിൽ ഇതാണ് അലവൻസ് മെത്തേഡാണ്. അപ്പോൾ ഇവിടെ ഏതാണ്? അലവൻസ് മെത്തേഡാണ്. അലവൻസ് മെത്തേഡ്. 9 ആൻസർ സി ആണ്. അടുത്ത ഫോർ ഗവൺമെൻറ് ദ ടേം റവന്യൂ റെപ്രസെൻറ്റ്സ്. ഒരു ഗവൺമെൻറ് വ്യൂ പോയിന്റ് ചിന്തിക്കുമ്പം റവന്യൂ ഉദ്ദേശിക്കുന്നത് എന്താണ്? ടാക്സ് കളക്ഷൻ അല്ലേ? ടാക്സ് കളക്ട് ചെയ്യുന്നതാണ് അവരുടെ റവന്യൂ. അപ്പോൾ ഇവിടെ എന്താണ്? സെയിലാണോ? അല്ല. പ്രൊഫഷണൽ ആണോ? അല്ല. എമൗണ്ട് കളക്റ്റഡ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ടാക്സ് ആണ് ഒരു ഗവൺമെൻറ് ഈ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സി ആണ് ആൻസർ. അടുത്ത നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. 94. വാട്ട് ഈസ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് മന്ത്ലി റെമിറ്റൻസ് ഓഫ് ESI? നമുക്കറിയാം ESIൻ്റെ PFൻ്റെ ഏതാണ്? 15th ഓഫ് സബ്സിക്വൻറ്റ് മന്താണ്. 15th ആണ്. അടുത്ത ഡാഷ് അണ്ടർ പേയ്മെൻറ്റ് കൺസിസ്റ്റ് 2 പോർഷൻ ഓൺ ദ ബേസിസ് ഓഫ് റെഗുലർ ടൈം ബേസിലും പേയ്മെൻറ്റ് കൊടുക്കും ലേബേഴ്സിന്. അതർ ലിങ്ക്ഡ് ടു കോസ്റ്റ് ഓഫ് ലീവിങ് ആൻഡ് മെറിറ്റ് അവാർഡ്സ്. നമ്മൾ 2 എംപ്ലോയർക്ക് കൊടുക്കാൻ നേരത്ത് ഹവർലി ബേസ് ഉണ്ട്, ടൈം റേറ്റ് ബേസ് ഉണ്ട്. ഇവിടെ 2 പോർഷനായിട്ട് കൊടുക്കും. ഒന്ന് റെഗുലർ ടൈം ബേസ്ഡ്, അവർ എത്ര മണിക്കൂർ വർക്ക് ചെയ്തോ അതിന് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ കോസ്റ്റ് ഓഫ് ലീവിങ്, നമുക്ക് അവർക്ക് ലീവ് ചെയ്യാനുള്ള കോസ്റ്റിന് വേണ്ടി ഒരു അഡീഷണൽ എമൗണ്ട് കൊടുക്കും. അത് ഏത് കോസ്റ്റിനാണ് വെച്ചേക്കുന്നത്? ഫ്ലാറ്റ് ടൈം റേറ്റോ ഹൈ വേജോ ഒന്നുമല്ല, ഗ്രാജുവേറ്റഡ് ടൈം റേറ്റ് ബേസിലാണ് പേയ്മെൻറ്റ് കൺസിസ്റ്റ് 2 പോർഷൻസ്. ഒന്ന് റെഗുലർ ടൈം ബേസിലും മറ്റ് അതർ ലിങ്ക്ഡ് കോസ്റ്റ് ലീവിങ് ഓഫ് മെറിറ്റ് കോസ്റ്റ്, അവർക്ക് ലേബേഴ്സിൻ്റെ ലീവിങ് കോസ്റ്റിന് വേണ്ടി ഒരു എമൗണ്ട് കൊടുക്കും. ഏതൊക്കെയാണ്? 2 പോർഷൻ റെഗുലർ ടൈം ബേസിലും കോസ്റ്റ് ഓഫ് ലീവിങ്ങിന്. ഓക്കെ, ഗ്രാജുവേറ്റഡ് ടൈം റേറ്റ് ആണ്. അടുത്ത ഓൾ ദ പർച്ചേസ് ആർ ഇനിഷ്യേറ്റഡ് വിത്ത് ദ അപ്രൂവൽ ഓഫ്. ഓക്കെ, ഇതൊക്കെ സ്റ്റോർ അക്കൗണ്ടിങ്ങിൽ നിന്നും കുറച്ച് പേരോളിനും വീണ്ടും റിപ്പീറ്റ് ആയി വന്നിട്ടുണ്ട്. പർച്ചേസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആരുടെ അപ്രൂവൽ വെച്ചാണ്? സ്റ്റോഴ്സ് മാനേജറിൻ്റെ അപ്രൂവൽ വെച്ചിട്ടാണ് പർച്ചേസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ നമ്പർ 97 നമ്മൾ ഓൾറെഡി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മെയിൻ്റെനൻസ് ഓഫ് സെർട്ടൻ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ ഏത് മെത്തേഡിലാണ്? ബേസ് സ്റ്റോക്ക് മെത്തേഡിലാണ് മിനിമം ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 98. ദ അക്കൗണ്ട്സ് ഓഫ് ദ സ്റ്റോഴ്സ് ആർ ബേസ്ഡ് ഓൺ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പൽ ദാറ്റ് ഓൾ ദ മെറ്റീരിയൽ ഷാൾ ബി ചാർജ് ടു ദ ഡാഷ് ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. നമ്മൾ മെറ്റീരിയൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇൻസ്റ്റൻസ് നമ്മൾ ഏതിൽ റെക്കോർഡ്? സ്റ്റോക്ക് അക്കൗണ്ട് അല്ല, സ്റ്റോക്ക് അക്കൗണ്ട് റെക്കോർഡ്, സ്റ്റോക്ക് സസ്പെൻസ് അക്കൗണ്ട് എന്നൊരു അക്കൗണ്ടിലാണ് ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യണത്. സ്റ്റോക്ക് സസ്പെൻസ് അക്കൗണ്ടിലാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് എല്ലാവരും മൈൻഡ് സെറ്റ് വരും. സ്റ്റോക്ക് സസ്പെൻസ് അക്കൗണ്ടാണ്. ഓക്കെ, അടുത്ത ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്. ദ ടേം അക്രൂവൽ ഡിനോ. അക്രൂവൽ വെച്ച് എന്ത് ഉദ്ദേശിക്കുന്നത്? സംതിങ് ദാറ്റ് ബിക്കം ഡ്യൂ. എന്തോ കിട്ടാനുണ്ട് അല്ലെങ്കിൽ കൊടുക്കാനുണ്ട്. സംതിങ് ദാറ്റ് ബിക്കം ഡ്യൂ. ഓക്കെ, അപ്പോൾ അക്രൂവൽ ഉദ്ദേശിക്കുന്നത് എന്തോ ഡ്യൂ ആയി കിടപ്പുണ്ട്. അപ്പോൾ സംതിങ് ദാറ്റ് ബിക്കം ഡ്യൂ. പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ല, പേയബിൾ ഇൻ ഫ്യൂച്ചർ അല്ല, ഓൾറെഡി പെയ്ഡ് അല്ല. അപ്പോൾ 3 ആൻസറും അല്ല. അപ്പോൾ ഏതാണ്? സംതിങ് ദാറ്റ് ബിക്കം ഡ്യൂ. എ ആണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ കേസ് ഓഫ് സെയിൽ ത്രൂ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് നമ്മൾ സെയിൽ എടുത്തത്. ദ മെർച്ചൻറ്റ് സ്വൈപ്സ് ദ കാർഡ് ഇൻ ദ കാർഡ് മെഷീൻ ആൻഡ് ദ കസ്റ്റമർ എന്ത് ചെയ്യുന്നു? ഓതൻറ്റിക്കേറ്റ് ഇൻ ദ ഐഡൻറ്റിറ്റി വിത്ത് ആൻഡ് എന്ത് ചെയ്യണം? കസ്റ്റമർ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുവാണ് എന്ത് കൊടുക്കുന്നത്? നമ്മുടെ തരുവാണ് എന്ത് ചെയ്യും? പിൻ അടിച്ചു കൊടുക്കത്തില്ലേ? അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കാർഡ് കൊടുക്കുന്നു, അപ്പോൾ കസ്റ്റമർ അത് സ്വൈപ്പ് ചെയ്യുന്നു, നമ്മൾ എന്ത് പറയും? പിൻ അടിക്കാൻ പറയും. അപ്പോൾ ഏതായാലും ടിന്നോ POSO ATM ഒന്നും അല്ല, പിന്നാണ് ആൻസർ. സോ ഗൈസ്, FA2ൻ്റെ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ 100 ക്വസ്റ്റ്യൻസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്, കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസും ഉണ്ട്.
ഈ FA2 100 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് FA2 നിന്ന് കിട്ടും. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 100 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഓരോ ചാപ്റ്ററിൻ്റെയും ബേസിക് കോൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. പ്ലസ് സ്റ്റഡി മെറ്റീരിയൽ നല്ല രീതിയിൽ വായിക്കുക. ഓക്കെ, FA2 അത്ര ടഫല്ല. സ്റ്റഡി മെറ്റീരിയൽ നല്ല രീതിയിൽ തന്നെ വായിച്ചിട്ട് പോയാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഇനി സമയമില്ലെങ്കിൽ ഈ 100 ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് പോവാം. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.